ദുരന്തം ഉണ്ടാകുവാൻ പോകുന്നു, പ്രാർത്ഥിക്കണമെന്ന വലിയ സന്ദേശം കൈമാറിയത്. അതുകൊണ്ട് തന്നെ ഓരോ ആരാധനയിലും ദൈവമക്കൾക്ക് വേണ്ടി പരിശുദ്ധ അമ്മ ഏറെ പ്രത്യേകമായി മധ്യസ്ഥം പ്രാർത്ഥിക്കുന്ന വലിയ ആരാധന മണിക്കൂറിലേക്കാണ് നമ്മൾ ഭക്തിപൂർവ്വം പ്രവേശിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ വിഷമിപ്പിക്കുന്ന പാപവും ഭാരങ്ങളുമെല്ലാം ഈ അൾത്താരയിൽ കൃപയുടെ സിംഹാസനത്തിൽ ഇറക്കി വെച്ചുകൊണ്ട് ഈശോയെ ഹൃദയം കൊണ്ട് ആത്മാവിലും സത്യത്തിലും സ്നേഹിച്ചുകൊണ്ട് ആരാധിച്ചുകൊണ്ട് ഈ സമയം ആയിരിക്കുവാൻ നമുക്ക് പ്രത്യേകം പരിശ്രമിക്കാം. 2015 മുതൽ കൃപാസനത്തിൽ വന്ന് തീർത്ഥാടക ഉടമ്പടിയെടുത്തു പോയിട്ടുള്ള മുഴുവൻ ദൈവമക്കളെയും അവരുടെ കുടുംബങ്ങളെയും സ്ഥാപനങ്ങളെയും ഈ അൾത്താരയിൽ സമർപ്പിച്ച് നമുക്ക് ഒരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ 2020 മുതൽ ഓൺലൈനായി ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന ലോകത്തിൻ്റെ വിവിധ ഭൂഖണ്ഡങ്ങളിലായിരിക്കുന്ന സഹോദരങ്ങളെ ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ ഉടമ്പടിയെടുത്ത് പോയിട്ടുള്ള എല്ലാവർക്കും മരിയൻ ഉടമ്പടി നിബന്ധനകൾ വിശ്വസ്തതാപൂർവം പാലിച്ചുകൊണ്ട് അന്ത്യം വരെയും ക്രിസ്തു സാക്ഷികളായി നിലനിൽക്കുവാനുള്ള വലിയ കൃപ നൽകണമേ എന്ന് നമുക്കൊരു നിമിഷം എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ ഈ ധ്യാനം നയിക്കുവാൻ പോകുന്ന ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ ദൈവപിതാവിൻ്റെ കരങ്ങളിൽ, പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ ഈ അൾത്താരയിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. പൗരോഹിത്യത്തിൻ്റെ 39 വർഷം 39 വർഷം ആഘോഷിക്കുന്ന ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ്റെ ഈ കാലഘട്ടത്തിലുടനീളം കൃപാസനത്തിലൂടെ നൽകിയ വൻ കൃപകളെ ഓർത്ത് നമുക്ക് ദൈവപിതാവിന് നന്ദി പറയാം. വരാൻ പോകുന്ന ആരാധന മണിക്കൂറിലെല്ലാം ഈശോയെ അച്ഛൻ്റെ അധരങ്ങളിലൂടെ പുറപ്പെടുന്ന ഓരോ വാക്കുകളും അത് കേൾക്കുന്ന നമ്മളിൽ ആന്തരികമായ വലിയ ചലനങ്ങൾ ഉണ്ടാക്കി പുതിയ സൃഷ്ടികളായി ഞങ്ങളെ ഓരോരുത്തരെയും രൂപാന്തരപ്പെടുത്തണമേ എന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ ധ്യാനത്തിൻ്റെ എല്ലാ ഭൗതിക സാഹചര്യങ്ങളെയും ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഗാന ശുശ്രൂഷയിലായിരിക്കുന്നവർ, മധ്യസ്ഥ പ്രാർത്ഥനയിലായിരിക്കുന്നവർ, മീഡിയയിലായിരിക്കുന്നവർ, ക്യാമറ കൈകാര്യം ചെയ്യുന്നവർ, സൗണ്ട് കൈകാര്യം ചെയ്യുന്നവർ, ഈ ആലയത്തിൽ ഇതേ സമയം വിവിധ മേഖലകളിൽ ശുശ്രൂഷകളായിരിക്കുന്ന ഓരോ മക്കളെയും ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ സംവിധാനങ്ങളെയും ഈശോയെ നിന്റെ കൃപ ഞങ്ങളിലേക്ക് കടന്നു വരുവാനുള്ള ചാലകങ്ങളാക്കി രൂപാന്തരപ്പെടുത്തണമേ എന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടെ നാളിതുവരെ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ചു പോയിട്ടുള്ള മുഴുവൻ മക്കളുടെ നിയോഗങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ഏറെ പ്രത്യേകമായിട്ട് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന മുഴുവൻ മക്കളെയും കുടുംബങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് ദിവ്യകാരുണ്യനാഥനെ അൾത്താരയിലിട്ട് വരവേറ്റുകൊണ്ട് നമുക്ക് ഇരുകരങ്ങളും ഉയർത്തി ദൈവസ്നേഹത്തോടെ സ്തുതിക്കാം. ഹാലലൂയ, മഹത്വം മഹത്വം, ആരാധന ആരാധന, ഹാലലൂയ ഹാലലൂയ. ഈശോയെ അങ്ങയുടെ ശക്തി ഈ സമയം ഈ ആലയത്തിൽ പ്രകടമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ പരിശുദ്ധ അമ്മയോടുകൂടെ സെഹിയോൻ മാളികയിൽ പ്രാർത്ഥിച്ച അപ്പോസ്തല സമൂഹത്തിന്റെ മേൽ തീനാളങ്ങളുടെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നതുപോലെ ദാഹിച്ചു പ്രാർത്ഥിക്കുന്ന ഞങ്ങളിലേക്കും അങ്ങയുടെ ശക്തി അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പുത്തൻ പന്തക്കുസ്ത അനുഭവം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിന്റെ അതിർത്തികളിൽ വരെയും നിനക്ക് സാക്ഷ്യം വഹിക്കുവാൻ ഞങ്ങളെ തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ വലിയ ദൈവാനുഭവങ്ങൾ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലലൂയ ഹാലലൂയ, മഹത്വം മഹത്വം, ആരാധന ആരാധന, ഹാലലൂയ ഹാലലൂയ, യേശുവേ ആരാധന, ഹാലലൂയ. അങ്ങേ
അവിരാമം ഞങ്ങൾ പാടാം ആരാധന 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 നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ആയിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ തിരുവോസ്തിയിൽ കാണുന്നു ഞാൻ ഈശോ നിൻ ദിവ്യരൂപം. ഈ കൊച്ചു ജീവിതം ഏകുന്നു ഞാൻ ഈ ബലിവേദിയിലെന്നും. അതിമോദം ഞങ്ങൾ പാടാം ആരാധന കരങ്ങൾ വീശിക്കൊണ്ട് ആരാധന പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഏറ്റുമെല്ലാം അമ്മേ പരിശുദ്ധയമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തുതി, ആരാധന, ആരാധന കർത്താവേ, മഹത്വ കർത്താവേ, സ്തുതി കർത്താവേ, കർത്താവേ, നന്ദി കർത്താവേ, സംരക്ഷണത്തിന് നന്ദി കർത്താവേ, സമാധാനത്തിന് നന്ദി കർത്താവേ, കർത്താവേ, ആരാധന, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധയമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ വസ്തുനിഷ്ഠവും
ദൈവശാസ്ത്ര പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ കർത്താവേ, ആരാധന കർത്താവേ, മഹത്വ കർത്താവേ, സ്തുതി കർത്താവേ, ആരാധന കർത്താവേ, മഹത്വ കർത്താവേ, സൗഖ്യപ്പെടുത്തണമേ കർത്താവേ, സഹായിക്കണമേ കർത്താവേ, വഴിതെളിച്ച് തരണമേ കർത്താവേ. ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ കർത്താവേ, സ്തുതി. കരങ്ങൾ വീശിക്കൊണ്ട് അമ്മേ പരിശുദ്ധ അമ്മേ, പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗവും നമ്മുടെ എല്ലാ അപേക്ഷകളെയും ആവശ്യങ്ങളെയും ദിവ്യകാരുണ്യനാഥന്റെ സന്നിധിയിൽ പരിശുദ്ധ കൃപാസന മാതാവിന്റെ സംരക്ഷണയിൽ നമുക്ക് സമർപ്പിക്കാം. കൃപാസനത്തിന്റെ സ്ഥാപക ഡയറക്ടർ VP ജോസഫ് അച്ഛൻ്റെ പ്രത്യേകമായ എല്ലാ നിയോഗങ്ങൾക്ക് വേണ്ടിയും നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. സ്തുതി കർത്താവേ, ആരാധന മഹത്വ കർത്താവേ, ആരാധന കർത്താവേ, മഹത്വ കർത്താവേ, സ്തുതി യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഗായക സംഘത്തോട് ചേർന്ന് കരങ്ങളടിച്ച് ദൈവസ്നേഹത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തി പാടി പ്രാർത്ഥിക്കാം. പുകഴ്ത്തിടാം യേശുവിനെ ക്രൂശിലെ ജയാളി, സ്തുതിച്ചിടാം യേശുവിനെ സ്തുതിക്കവൻ യോഗ്യനല്ലോ. പുകഴ്ത്തിടാം യേശുവിനെ ക്രൂശിലെ ജയാളി, സ്തുതിച്ചിടാം യേശുവിനെ സ്തുതിക്കവൻ യോഗ്യനല്ലോ.
അധികാരമുള്ളവരെ വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ ഉന്നതരെ ആരാധിക്കാം യേശു ക്രിസ്തുവിനെ അധികാരമുള്ളവരെ വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ ഉന്നതരെ ആരാധിക്കാം യേശുവിനെ ക്രൂശിലെ ജയാളിനെ സ്തുതിച്ചിടാം യേശുവിനെ സ്തുതിക്കവല്ലോ സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. ഒരിക്കൽ കൂടി ഈ ധ്യാനം നയിക്കുവാൻ പോകുന്ന ബഹുമാനപ്പെട്ട വി.സി. ജോസഫ് അച്ഛനെ ഈ അൾത്താരയിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വചനം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുന്ന ഞങ്ങളുടെ ആന്തരിക കർണമുടങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം സ്വീകരിക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഷെക്കിന ടെലിവിഷനിലൂടെയും ഷാലോം ടെലിവിഷനിലൂടെയും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ എല്ലാം ശുശ്രൂഷയിൽ പങ്കെടുത്ത് ഇന്ന സമയങ്ങളിൽ പ്രാർത്ഥിക്കുവാൻ പോകുന്ന മുഴുവൻ ദൈവമക്കളെയും ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. വിശ്വസിക്കാം യേശുവിനെ ഏറ്റവും പ്രിയനായോരേ ഏറ്റുപറയാം യേശുവിനെ കർത്താവി കർത്താവിനെ അധികാരമുള്ളവരെ വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ ഉന്നതരെ ആരാധിക്കാം യേശു ക്രിസ്തുവിനെ അധികാരമുള്ളവരെ വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ ഉന്നതരെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന ഓരോ മക്കളെയും നമ്മുടെ ജ്ഞാനത്തോട് ചേർത്ത് ആരാധനയോട് ചേർത്ത് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ വലിയ പ്രത്യക്ഷീകരണ സാക്ഷികളാക്കി ഓരോ ദുരിതങ്ങളിലൂടെയും കടന്നു പോകുന്ന മക്കളെ രൂപാന്തരപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പൗരോഹിത്യം 39 വർഷം പൂർത്തിയാകുകയാണ്. 23-ാം തീയതി ആണ് ഞാൻ പൗരോഹിത്യം സ്വീകരിച്ചത്. അപ്പോൾ ഈ 1985. അപ്പോൾ ഈ 85 ഡിസംബർ 23 മുതൽ ഇന്ന് 2024 ഡിസംബർ വരെ ഉള്ള ഈ ദൈവ അനുഭവത്തിലെ എനിക്ക് മനസ്സിലായ ഒരു സത്യം, ദൈവാനുഭവം ഒരു കോംപ്ലിക്കേറ്റഡ് സബ്ജക്റ്റ് അല്ല. മതപണ്ഡിതന്മാരും അക്കാഡമിഷ്യൻസുമാണ് ഇതിനെ വല്ലാത്ത രീതിയിൽ സങ്കീർണമാക്കി കളഞ്ഞത്. അവരന്വേഷിച്ച മേഖലയിലാണെങ്കിൽ പക്ഷേ പലപ്പോഴും ദൈവം ടാൻജിബിളുമല്ല. ക്രിസ്തുവിൻ്റെ പിതാവ് വളരെ ടാൻജിബിളാണ്, തൊടാൻ പറ്റും. അത് നമുക്ക് കൈകൊണ്ട് തൊടാൻ പറ്റും, കണ്ണുകൊണ്ട് കാണാൻ പറ്റും. ബൈബിൾ അവതരിപ്പിക്കുന്ന ദൈവവും അങ്ങനെയാണ്. ബുദ്ധി കൊണ്ട് തൊടാൻ പറ്റിയ ദൈവത്തെ ബൈബിൾ അവതരിപ്പിച്ചിട്ടില്ല. നമ്മളാണ് അതിനെ പഠന സബ്ജക്റ്റാക്കി മാറ്റി അതിനെ വസ്തുവാക്കി മാറ്റി. പഠിക്കുമ്പോൾ ദൈവം ഒരു വസ്തുവായിട്ട് റെഡ്യൂസ് ചെയ്ത് വരും. ഒരു വ്യക്തി എന്ന നിലയിലേക്ക് ദൈവം ഒരു വസ്തുവായിട്ട് റെഡ്യൂസ് ചെയ്യും. കാര്യം നമുക്ക് പഠിക്കുന്ന ഓബ്ജക്റ്റാണല്ല, പക്ഷെ ഫീൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ദൈവം. അതുകൊണ്ട് എപ്പോഴും സാക്ഷ്യത്തിനാണ് കൃപാസനത്തിൽ പ്രാധാന്യം. എന്താ കാര്യം? ബൈബിളിൽ പ്രാധാന്യം സാക്ഷ്യത്തിന്. അതുകൊണ്ടാണ്
ബൈബിളിൽ വെളിപാടുകളിൽ പരിശുദ്ധാത്മാവ് നൽകിയ വെളിപാടിലെ പ്രാധാന്യം സാക്ഷ്യത്തിനാണ്. സാക്ഷ്യം പല രീതിയിൽ വരും. എങ്ങനെയാണ് ശരിക്കും പറഞ്ഞ സാക്ഷ്യം വരണത്? ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടത്, നോക്കി, കാതുകൊണ്ട് കേട്ടത്, കൈകൊണ്ട് സ്പർശിച്ച് മനസ്സിലാക്കിയ. അപ്പോൾ എന്തെല്ലാം 3 തരത്തിൽ ദൈവം ഇന്ദ്രിയങ്ങൾക്ക് അനുഭവവേദ്യനാണ്. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടത്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, ആരാധന. യേശുവേ നന്ദി, മഹത്വം, 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 മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 1 യോഹന്നാൻ 1:1. അതാണ് അപ്പോസ്തലിക് സഭ. അപ്പോസ്തലിക് പാരമ്പര്യം അതാണ്. കൃപാസനം ഫോളോ ചെയ്യണത് എപ്പോഴും അപ്പോസ്തലിക് സ്പിരിച്വാലിറ്റിയാണ്. അപ്പോസ്തലിക് സ്പിരിച്വാലിറ്റിക്ക് ഒരു ചെറിയൊരു ന്യൂനത ഉള്ളത്, അതിൻ്റെ മരിയൻ പെർസ്പെക്റ്റീവ് വേണ്ട വിധത്തിൽ അവർക്ക് അപ്പോസ്തലന്മാർക്ക് അനുഭവവേദ്യമായില്ല. അതുകൊണ്ട് അപ്പോസ്തല നടപടികളിലൊന്നും മരിയനെ പ്രതിഫലിക്കണില്ല. അതിൻ്റെ പോരായ്മയായി നമുക്ക് വരണത് ട്രഡീഷൻ, ഒരു വെളിപാടാണ്. സഭയുടെ ആസ്പദങ്ങളിൽ ഒന്നാണ് കർത്താവിൻ്റെ വചനവും, പിന്നെ എന്താണ് സഭയുടെ പാരമ്പര്യവും. സഭയുടെ പാരമ്പര്യ വെളിപാടിൻ്റെ ഭാഗം തന്നെയാണ്. സഭയുടെ പാരമ്പര്യത്തിലൂടെയാണ് അപ്പോസ്തല സ്പിരിച്വാലിറ്റിക്ക്, അപ്പോസ്തലിക കാലത്തെ സ്പിരിച്വാലിറ്റിക്ക് നഷ്ടപ്പെട്ട അനുഭവേദ്യമല്ലാതിരുന്ന മരിയൻ ആത്മീയത വരുന്നത് പാരമ്പര്യത്തിലാണ് വരുന്നത്. 2000 വർഷത്തെ പാരമ്പര്യവും സഭയുടെ പ്രതിസന്ധികളിലും കാലാകാലങ്ങളിലെ സഭയ്ക്കുണ്ടായിട്ടുള്ള പ്രാതികൂല്യങ്ങളിലെ പരിശുദ്ധ അമ്മ അതിലിടപെട്ട രീതികളും ഒക്കെ എല്ലാം കൂടി സഭ ഒരു മരിയൻ സ്പിരിച്വാലിറ്റി, മരിയൻ ലിറ്റർജിയൊക്കെ രൂപീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ അവസാന രൂപമാണ് ഈ ഉടമ്പടി എന്ന് പറയുന്നത്. ഇക്കാലങ്ങളിലെ, ഇനി നാളെ കാലങ്ങളിൽ ദൈവം വേറെ കാര്യങ്ങൾ ചെയ്യും. ഓരോ കാലത്തിന് പറ്റിയ രീതിയിലാണ് ദൈവം പരിശുദ്ധാത്മാവിൻ്റെ പ്രകാശനമായിട്ട് തന്നെയാണ് മറിയത്തിലൂടെയും വെളിപാടുകൾ നൽകുന്നത്. ഇപ്പം ഞാനിപ്പോഴേ ഇവിടെ വരികയും ഞാൻ ഒത്തിരി കാര്യങ്ങളൊക്കെ പ്രാർത്ഥിച്ചും ധ്യാനിച്ചൊക്കെയാണ് വന്നത്. എന്നെ വിട്ടപ്പോഴേ കർത്താവ് എന്നെ തുടങ്ങാൻ ആവശ്യപ്പെടുന്ന ഇത് വെച്ചാണ്. എന്താണ്? വചനം നൽകിയത്. ഇന്നിപ്പോൾ ഞാൻ ഇപ്പോഴേ ഇവിടെ ഓൺ ദി സ്പോട്ടിൽ വചനം ഓപ്പൺ ചെയ്ത് കർത്താവിനോട് ആലോചന ചെയ്തപ്പോഴേ കർത്താവ് പറഞ്ഞ വചനം ഇതാണ്. 8:13 ലൂക്ക 8:13 എടുത്ത് ശ്രുതികട. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. ലൂക്ക 8:13. ലൂക്ക 8:13. പാറയിൽ വീണത് വചനം കേൾക്കുമ്പോൾ സന്തോഷത്തോടെ അത് സ്വീകരിക്കുന്നവരാണ്. എങ്കിലും അവർക്ക് വേരുകളില്ല. അവർ കുറെ നാളത്തേക്ക് വിശ്വസിക്കുന്നു. എന്നാൽ പ്രലോഭനങ്ങളുടെ സമയത്ത് അവർ വീണു പോകുന്നു. അതായത് വചനത്തിൽ വരുന്നൊരു വിഷയം, ഒരു വർത്തമാനകാല സന്തോഷം ഉണ്ടാവും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അതങ്ങനെ കുറഞ്ഞു വരും. കർത്താവ് വർത്തമാനകാല ആധ്യാത്മിക അനുഭവങ്ങളെ അത്ര കണ്ട് വില മതിക്കണില്ല. വർത്തമാനകാലം ഇപ്പം നിങ്ങൾ ഉടമ്പടി എടുത്തു, പെട്ടെന്ന് വന്ന് ഒരു അനുഭവങ്ങൾ കിട്ടി, അപ്പോൾ നിങ്ങൾക്ക് സന്തോഷമുണ്ടായി. പക്ഷേ അടുത്ത കൊല്ലം ഡിസംബറിൽ നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് ദൈവത്തിന് ഇപ്പം അറിയാം. പിടിയില്ലേ? ഇപ്പം നിങ്ങൾക്ക് ഭയങ്കര സന്തോഷമൊക്കെ സാക്ഷ്യം പറയാൻ പറ്റുന്നവരൊക്കെ എന്ത് ആഘോഷമായിട്ടാണ് വരുന്നത്. പക്ഷേ മാതാവ് എൻ്റെ മുഖത്ത് നോക്കുമ്പോൾ ചില സമയത്ത് ചിലർ പറയും, അമ്മ എന്താ ചിരിക്കാത്തത്, അമ്മ എന്താ സീരിയസ് ആയിട്ടിരിക്കണം എന്നൊക്കെ ചോദിക്കും ചിലർ. പാവപ്പെട്ട മനുഷ്യൻ ദൈവത്തിൻ്റെ മുഖം കാണാൻ മാതാവിൻ്റെ മുഖത്താണ് നോക്കുന്നത്. അതൊരു കോമൺ ഫെയ്ത്താണ്. ഞാൻ കുഞ്ഞുനാളിലൊക്കെ അങ്ങനെ നോക്കുമായിരുന്നു. പുണ്യാളൻ പ്രസാദിച്ചിട്ടുണ്ട്, പുണ്യാളൻ മുഖം ഇങ്ങനെ ഇരിക്കണം എന്നൊക്കെ നോക്കും. പക്ഷെ നോക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ദൈവം അത് പ്രകാശിപ്പിക്കും. അതിൽ വിശ്വസിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ദൈവം അതാണ് അവൻ്റെ വെളിപാട് മാർഗം അതാണെന്ന് മനസ്സിലാക്കുമ്പോൾ ദൈവം അതിനെ ഉപയോഗിക്കും. സിമ്പിളാണത്. അത് ദൈവത്തിനെ കോംപ്ലിക്കേറ്റ് ആക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ഒരു അത് വലിയ പഠിപ്പൊന്നുമില്ല.
പക്ഷേ ദൈവത്തിൻ്റെ പ്രസാദം അവർ മനസ്സിലാക്കുന്നത് പുണ്യാളൻ്റെ മുഖത്ത് നോക്കുമ്പോഴാണ്, അല്ലെങ്കിൽ മാതാവിൻ്റെ മുഖത്ത് നോക്കുമ്പോഴാണ്. ആ മാതാവ് പുഞ്ചിരിച്ചിട്ടുണ്ട്, അപ്പോൾ കാര്യം നടക്കും. അത് സിമ്പിളാണത്. അപ്പോഴേ അമ്മയ്ക്ക് മനസ്സിലാകും ഇവളുടെ അടുത്ത് ഈ വചനം എൻ്റെ മനസ്സ് വെളിപ്പെടുത്തേണ്ടത് ഈ രീതിയിലാണെന്ന് പറയുമ്പോൾ അവർക്ക് ആ രീതി വെളിപ്പെടുത്തി കൊടുക്കും ദൈവം. വെളിപാടുകൾ എല്ലാവരും IAS എല്ലാവരും റോമിൽ പോയി പഠിച്ചവരും അല്ല. കാര്യം 99% സാധാരണ മനുഷ്യരാണ്. ആധ്യാത്മികതയിൽ സാക്ഷരത ഒത്തിരി വേണ്ടവരാണ്. അവരുടെ ആധ്യാത്മിക നിലവാരത്തെ അവഗണിച്ചുകൊണ്ട് വലിയ പാണ്ഡിത്യം അഭിനയിച്ചിട്ട് നിത്യം ആർജിച്ച കാര്യമില്ല. കാര്യം എല്ലാവരും പഠിക്കണതും ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയാണ്. അവൻ്റെ പാവപ്പെട്ട ജനങ്ങളെന്ന് പറയുമ്പോൾ ചിലപ്പോൾ സാമ്പത്തികമായിട്ട് മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ബൈബിൾ പഠനപരമായിട്ടും അവർ ചിലപ്പോൾ പാവപ്പെട്ടവരായിരിക്കും, അവർക്ക് അറിയത്തില്ല. അപ്പോഴെന്താ വിഷയമെന്ന് പറയുന്നത്, ആ ജനങ്ങളിലേക്ക് ദൈവത്തെ കൈകാര്യം ചെയ്ത് കൊടുക്കണം. ഇപ്പം നമ്മളെ കുഞ്ഞുങ്ങളോട് എന്താ പറയണത്? ഇപ്പം എന്നെ ചില വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ ചില മക്കളെങ്കിലും ഇപ്പം അങ്ങനെ ഒന്നും കേൾക്കണില്ല, തമ്പായിച്ച വന്നെന്ന് പറയും. അപ്പോൾ അതാരുടെ ഭാഷയാണ്? കുഞ്ഞിന് പറഞ്ഞു കൊടുക്കണം. അമ്പായി എന്ന് പറഞ്ഞു കൊടുക്കും. അമ്പായി അല്ലേ? ഇപ്പോഴത്തെ പെൺപിള്ളേർ പറയത്തില്ല, അറിയത്തില്ലല്ലോ അവർക്ക്. പക്ഷെ പണ്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ ദൈവ തിരുസ്വരൂപം കാണുമ്പോൾ പറയും അമ്പായി ഈശോ എന്ന് പറയും. അപ്പോൾ അമ്പോ എന്നൊക്കെ വിളിപ്പിക്കും. അമ്പോ എന്ന് കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ പറഞ്ഞാലേ മനസ്സിലാകത്തുള്ളൂ. അത് ആ കുഞ്ഞുങ്ങളുടെ ഭാഷയിലേക്ക് അമ്മ ഇറങ്ങി വന്നെ കണ്ടില്ലേ? എന്ത് രസകരമായിട്ട് ഇറങ്ങി വന്ന്. അല്ല ജീസസ് ക്രൈസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകുക? മനസ്സിലാകത്തില്ല. ദൈവപുത്രൻ എന്നാണ്, മനുഷ്യപുത്രൻ എന്നൊക്കെ കുഞ്ഞിനോട് പറഞ്ഞ് എന്ത് ചെയ്യാനാണ്? അമ്പായി ഈശോ. അത് വളരെ സിമ്പിളാണ്. അത് പബ്ലിക് എഡ്യൂക്കേഷൻ്റെ ഒരു പ്രശ്നമാണിത്. പബ്ലിക് എഡ്യൂക്കേഷൻ ആ ജനങ്ങളുടെ നിലവാരത്തിലേക്ക് അവർക്ക് മനസ്സിലാകുന്ന ഭാഷ ഉണ്ടാക്കണം. ആരായാലും ശരി, സുവിശേഷം കൈകാര്യം ചെയ്യുന്നവർ ഒരു ആധ്യാത്മികതയ്ക്ക് വേണ്ടി ജനങ്ങൾക്ക് മനസ്സിലാകുന്നൊരു ഭാഷ, അത് അനുഭവത്തിൻ്റെ ഭാഷയാണ്. അതുകൊണ്ടാണ് നമ്മൾ അണമുറിയാതെ സാക്ഷ്യം പറയുന്നതിൻ്റെ കാര്യം അതാണ്. സാക്ഷ്യം എന്താണ്? അനുഭവത്തിൻ്റെ ഭാഷയാണ്. അതുകൊണ്ടാണ് ഈശോ പറയണത്, നിങ്ങൾ ഭൂമിയുടെ അതിർത്തികൾ വരെ എനിക്കിഷ്ടപ്പെട്ടൊരു വാക്കാണത്. എന്താ പറഞ്ഞത്? നിങ്ങൾ ഏറ്റു പറഞ്ഞ നിങ്ങൾ ഭൂമിയുടെ അതിർത്തികൾ വരെ എനിക്ക് സാക്ഷികളായിരിക്കും. The word of God സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം മഹത്വം മഹത്വം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന ആരാധന യേശുവേ ആരാധന 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 യേശുവേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വായിച്ചോളൂ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 1:8. അപ്പോസ്തല പ്രവർത്തനം 1:8. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. അപ്പൊ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നമുക്ക് വ്യാഖ്യാനം ഓരോന്നും കിട്ടും. ഞാൻ ഒരു ദിവസം ഇത് വായിച്ചപ്പോൾ ഈശോ പറഞ്ഞത്, ഭൂമിയുടെ അതിർത്തി എന്ന് പറയുന്നത് നീ അന്റാർട്ടിക്ക വരെ അളന്നു പോകേണ്ട കാര്യമൊന്നുമില്ല. നിൻ്റെ ഭൂമിയുടെ അതിർത്തി എന്ന് പറയുന്നത് നീ എന്ന് ചത്ത് വീഴുന്ന അതാണ് നിൻ്റെ ഭൂമി. നിൻ്റെ ഭൂമി അവിടെ വെച്ച് തീരുകയാണ്. നിങ്ങൾ ഭൂമിയുടെ അതിർത്തി വരെ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? നമ്മുടെ ജീവിതകാലം മുഴുവനും എന്നാ. നമ്മൾ ഈ ഭൂമിയിൽ നടക്കുന്ന അത്രയും കാലം നമ്മളെന്ന് നമ്മുടെ കണ്ണടയുന്നു, അന്ന് നമ്മുടെ ഭൂമിക്ക് അതിർത്തിയായി, ഭൂമി തീരുകയാണ്. അപ്പം നമ്മുടെ മരണം വരെ ആരായിരിക്കും? നമ്മൾ ബേസിക്കായിട്ട് നമ്മൾ സാക്ഷികളായിരിക്കും. ഒന്ന് പ്രാർത്ഥിച്ച കർത്താവേ
എന്റെ കണ്ണടയുന്നത് വരെ അങ്ങയുടെ നാമത്തിന്റെ സാക്ഷിയാകാൻ പ്രത്യേകമായി അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. അപ്പം നമ്മൾക്ക് കർത്താവ് ഇന്ന് വെളിപാടായി നൽകിയ വചനം ഞാൻ വീണ്ടും നോക്കുകയായിരുന്നു. അത് 8:13 എന്താണ്? പാറയിൽ വീണ വിത്ത്. വചനം വിതക്കുമ്പോൾ വീഴുന്ന സ്ഥലത്തെക്കുറിച്ചാണ് ഈശോ പറയണത്. ചിലത് പാറയിലാണ് വീഴുന്നത്. പാറയിൽ വീണ വിത്ത് അവർ കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം. വചനങ്ങൾ കേൾക്കുമ്പോൾ സന്തോഷമാകും, ഉടമ്പടി എടുക്കുമ്പോൾ സന്തോഷമാകും, ഉടമ്പടിയുടെ ആദ്യത്തെ ഒരാഴ്ച ഭയങ്കര സന്തോഷമാകും, പ്രത്യാശയാകും. പക്ഷേ എന്താ പറ്റണത്? വേരില്ലെന്ന്. അതാണ് പ്രശ്നം. വേരില്ലാത്തത് കാരണം ഇപ്പോൾ പ്രധാനപ്പെട്ട കാര്യം വചനമല്ല, വചനവും വേരുമാണ് പ്രധാനപ്പെട്ട കാര്യം. വചനം മാത്രം പോരാ, വേരുണ്ടാകണം. ഉടമ്പടി ശ്രദ്ധിക്കുന്നത് വേരുകൾ കൂടുതൽ മുളപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. ഇപ്പം നമ്മൾ തെങ്ങ് കൃഷി ചെയ്യുന്ന ആൾക്കാരില്ലേ, അവരെന്നാ ചെയ്യണത്? അവർ കൂടുതൽ ചില വേരുകൾ മുളക്കാൻ വേണ്ടി അവർ തെങ്ങിൻ്റെ തടിയെ ചേർത്ത് മണ്ണൊക്കെ ഇടും. തടിയെ ചിലയിടത്തത് ഉപദ്രവം ചെയ്യും, ചിലക്കത് ഗുണം ചെയ്യും. ആ മണ്ണ് ശരിക്കും നല്ല ലെവൽ ചെയ്ത് കുറച്ച് വിസ്താരത്തിൽ ഇടുകയാണെങ്കിൽ മണ്ണ് വളമെടുക്കാൻ പറ്റുന്ന രീതി പുതിയ വേരുകൾ ഇറക്കും. തെങ്ങ് പുതിയ വേരുകൾ ഇറക്കും. മണ്ണില്ലെങ്കിൽ ആ വേരും പുറ്റുമായിട്ട് അവിടെ നിൽക്കും. അപ്പോൾ പുതിയ വേരുകൾ ഇറക്കുക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഉടമ്പടിയുടെ ഏറ്റവും വലിയ പുതിയ വേരുകൾ. എത്ര വേരുകളാണ് ഉടമ്പടി എടുത്തപ്പോൾ നിങ്ങൾക്ക് വന്നത്? ഒന്ന്, നിങ്ങൾ രോഗികളെ കാണാൻ തുടങ്ങി. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ അലക്സച്ചൻ പറയായിരുന്നു, ഒരു ദിവസം ലോകത്ത് എന്തുമാത്രം മനുഷ്യരാണ് ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ പണം കൈമാറും, സഹായം കൊടുക്കുന്നത്, എന്തുമാത്രം പേരുടെ വസ്ത്രം കൈമാറണത്, എന്തുമാത്രം പേരാണ് ഭക്ഷണം കൈമാറണത്, എന്തുമാത്രം പേരാണ് ഭാഷകൾ അറിയാത്തവർക്ക് ഭാഷ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഉടമ്പടിയിലൂടെ പുതിയ വേരുകൾ ഇറങ്ങുകയാണ്. ഇവിടുത്തെ പ്രശ്നം എന്താണ്? വചനം നിലനിൽക്കാഞ്ഞതിൻ്റെ കാരണം എന്താ? വേരുകളില്ലാതിരുന്നത് കാരണം. അതല്ലേ, അങ്ങനെയല്ല എഴുതിയിരിക്കണത്. എന്താ എഴുതിയിരിക്കണത്? അതായത് എങ്കിലും അവർക്ക് വേരുകളില്ല. എങ്കിലും അവർക്ക് വേരുകളില്ല. വേരുകളെ ഇല്ലാത്തത് കൊണ്ട് എന്ത് പറ്റി? അവർ കുറേ നാളത്തേക്ക് വിശ്വസിക്കുന്നു, എന്നാൽ പ്രലോഭനങ്ങളുടെ സമയത്ത് അവർ വീണു പോകുന്നു. വേരില്ലെങ്കിൽ വീണു പോകും. അപ്പോൾ ഉടമ്പടി അന്വേഷിക്കുന്ന പുതിയ വേരുകൾ ഇറക്കുകയാണ്. പുതിയ നിലവിലുള്ള വേരിനേക്കാൾ പുതിയ വേരുകൾ. നിങ്ങൾക്ക് പുതിയ വേരുകളുടെ കൂട്ടത്തിലാണ് നിങ്ങൾ എന്ത് ചെയ്യണത്? പലതരത്തിലുള്ള സുവിശേഷ പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്യും. അതെല്ലാം പുതിയ വേരുകളാണ് ഇല്ലേ? ചിലർ, ഇപ്പോൾ ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്, ചിലർ കണ്ണ് കാണാൻ പാടില്ലാത്തവർക്ക് ഈ പത്രം വായിച്ചു കൊടുക്കും, സാക്ഷ്യങ്ങൾ. അതൊരു പുതിയ, അപ്പം നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു പുതിയ വേരിറങ്ങും. ഉടമ്പടിയിൽ ദൈവത്തിലേക്ക് ആൾക്കാർ ഇങ്ങനെ വേര് പാകുകയാണ്. വേര് പാകാൻ വേണ്ടി പൗലോസപ്പോസ്തലൻ പറയുന്നുണ്ട്, ടേക്ക് ദ വുഡ് അപ്പ്, വേര് പാകുക. ശ്രുതികട ഹല്ലേലൂയ. സ്നേഹത്തിൽ വേര് പാകാൻ. ശ്രുതികട ഹല്ലേലൂയ. എഫേസ്യൻസ് ലേഖനം 3:17. വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരുപാകി അടിയുറയ്ക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഉടമ്പടി ജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഭാഗമാണിത്. നമ്മുടെ ദൈവമായിട്ടുള്ള ഉടമ്പടി ജീവിതത്തിന് വേണ്ടി അപ്പോസ്തലൻ പ്രാർത്ഥിക്കുകയാണ്.
എന്താ പ്രാർത്ഥിക്കണത്? ഒന്ന് വായിച്ചേ. വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരുപാകി അടിയുറയ്ക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. അത് വേരുകളില്ലാത്തതിനാൽ ഉണങ്ങിപ്പോകുന്നു എന്നാണ് 8:13 പറയുന്നത് അല്ലേ? ചിലർ പെട്ടെന്ന് വിശ്വസിക്കും, പക്ഷെ വേരുകളില്ലാത്തത് കൊണ്ട് അത് ഉണങ്ങിപ്പോകും. ഇപ്പോൾ എന്താ പൗലോസ് ഇതിൻ്റെ കൂടെ പറയണത്? ഇത് ലൂക്കാൻ്റെ സുവിശേഷമാണ്. പൗലോസ് ഇതിൻ്റെ കൂടെ സബോർഡിനേറ്റായിട്ട് പറയുന്നത് എന്താണ്? നിങ്ങൾ സ്നേഹത്തിൽ വേരുപാകി അടി ഉറക്കണം അല്ലേ? എഫേസ്യസ് 3:17 ഒന്ന് പറഞ്ഞ സ്നേഹത്തിൽ വേരുപാകി അടി ഉറക്കണം. അപ്പൊ അതുകൊണ്ടാണ് അടി ഉറച്ചില്ലെങ്കിൽ എന്ത് പറ്റും? വീണു പോകും. അതുകൊണ്ട് വീണു പോകണമെന്നാണ് പറയണത്. വേരില്ലാത്തത് കൊണ്ട് അത് വീണു പോകുന്നു. വീണു പോകാതിരിക്കാൻ എന്ത് ചെയ്യണം? അടി ഉറക്കണം. അടി ഉറക്കണമെങ്കിൽ എന്ത് ചെയ്യണം? സ്നേഹത്തിൽ വേരുപാകണം. പ്രൈസ് ദി ലോർഡ്. ഈ സ്നേഹത്തിലെ വേരുപാകയിലാണ് നമ്മൾ ഇവിടെ നടക്കുന്നത്, നിങ്ങളുടെ കാരുണ്യ പ്രവർത്തികളിലൂടെ നടക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതാണ് ഉടമ്പടി ജീവിതം. സ്നേഹത്തെ വേരുപാകുന്ന പരിപാടിയാണ് കാരുണ്യ പ്രവർത്തികളിലൂടെ നടക്കുന്നത്. അത് തന്നെയാണ്, കാരുണ്യ പ്രവൃത്തി തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വിശ്വാസ കൈമാറ്റം. കാര്യം ഏറ്റവും വലിയ കാരുണ്യ പ്രവൃത്തി. ഇവിടെ കാരുണ്യ വർഷമെന്നും പറഞ്ഞുകൊണ്ട് ഒരു വർഷം മാർപ്പാപ്പ ഉദ്ഘാടനം ചെയ്തായിരുന്നു. ഏത് വർഷമാണെന്ന് ഞാൻ മറന്നുപോയി. കരുണയുടെ വർഷം. അപ്പം ഞാൻ ഇവിടെ എനിക്ക് പരിശുദ്ധാത്മാവ് ഈ വിഷയം വന്നപ്പോൾ എന്നോട് പറഞ്ഞത് ഏറ്റവും വലിയ കരുണയെന്ന് പറയണത് ക്രിസ്തുവിനെ കൈമാറുന്നതാണ്, അല്ല ക്രിസ്തുവിൻ്റെ പേരിൽ എന്തെങ്കിലും ചരക്കുകൾ കൈമാറുന്നതല്ല. നമ്മൾ ഏറ്റവും അടിസ്ഥാനപരമായ കാരുണ്യം മനുഷ്യരാശിയോട് കാണിക്കണത് എന്താണ്? ക്രിസ്തുവിനെ കൈമാറുന്നതാണ്. അല്ല ക്രിസ്തുവിൻ്റെ പേരിൽ ഓർഫണേജ് ഉണ്ടാക്കുന്നതോ അതിൻ്റെ പേരിൽ വേറെ ലോകത്തെ ഇവിടെ ദരിദ്ര രാഷ്ട്രമാണെന്ന് പറഞ്ഞ് വിദേശത്ത് പോയി ഓർഫണേജുകൾക്ക് വേണ്ടി പണം സമ്പാദിക്കുന്നതോ അല്ല. അത് സെക്കൻഡറിയാണ്. നിവൃത്തിയില്ലെങ്കിൽ ചിലപ്പോൾ ചെയ്യാവുന്നൊരു കാര്യമാണ്. അതൊരു പ്രധാനപ്പെട്ട ഒരു ജോലിയായിട്ട് എടുക്കരുത്. എന്നുവെച്ചാൽ അത് പലപ്പോഴും വരണത് നമ്മൾ ഗതികെട്ടവരാണെന്ന് മറ്റ് രാജ്യക്കാരോട് പറയുമ്പോൾ ആ രാജ്യക്കാർ നമ്മൾ ഒരു ഏഴാം കൂലിയായിട്ട് കാണത്തുള്ളൂ. അത് അങ്ങനെ വരുമ്പോൾ സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മൾ മറ്റ് രാജ്യങ്ങളോട് പറയുമ്പോൾ നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ അത് രാജ്യദ്രോഹ കുറ്റം പോലെ വരും. അതിപ്പോൾ ആര് ചെയ്താലും എപ്പോഴും നമ്മൾ ചെയ്യണത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സുവിശേഷം കൈമാറാൻ കപ്പാസിറ്റി ഉള്ള ആൾക്കാരാണ് നമ്മൾ എന്നുള്ളത് പ്രധാനപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക അഭിവൃദ്ധി കൈവരിക്കുക എന്നുള്ളതും പ്രധാനപ്പെട്ട വിഷയമാണ്. അതായത് കിട്ടുന്ന സാമ്പത്തികം നഷ്ടപ്പെടുത്തി കളയാതെ അത് കൈവരിക്കുകയും നമ്മളുടെ കഴിവുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിയും. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ അത് ചെയ്യുന്ന ആൾക്കാരെ കൊച്ചാക്കി കാണുകയല്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് ഇന്ന് ഈ കേരള സഭയ്ക്ക് തന്നെ കേരള സഭയുടെ സ്ഥാപനങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ കഴിയും. എന്നാ സംശയം? കേരള സഭയ്ക്ക് തന്നെ കേരള സഭയുടെ എല്ലാ സ്ഥാപനങ്ങളെയും സപ്പോർട്ട് ചെയ്യാൻ കഴിയുക മാത്രമല്ല അതിനുള്ള മനസ്സുണ്ട്. ഇന്ന് കരിസ്മാറ്റിക് പ്രസ്ഥാനം ഒരു 50 കൊല്ലം ഈ ഭൂമിയിൽ ശുശ്രൂഷ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾക്ക് അവശേഷിച്ച ഏറ്റവും വലിയ സംഭവം ജനങ്ങൾക്ക് കൈമാറ്റം ചെയ്യാനുള്ള, അതായത് മറ്റുള്ളവരെ സ്നേഹിക്കാനും കൈമാറാനുമുള്ള ഒരു കഴിവ് മുമ്പത്തേനേക്കാൾ കൂടി. അത് വലിയ സത്യമായൊരു കാര്യമാണത്. കാര്യം ഞാൻ ആ ഫീൽഡിൽ എത്രയോ വർഷങ്ങളുടെ നിൽക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ആ കാലത്തിനൊപ്പം സഞ്ചരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകണത് ക്രിസ്തുവിനെ കൈമാറാൻ എത്രയോ 109 ആതുരാലയങ്ങൾ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. നമ്മളെ ഒരു സ്ഥാപനവൽക്കരണം ഇന്നല്ലെങ്കിൽ നാളെ സഭയ്ക്ക് ബാധ്യതയാകുമെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഉടമ്പടിയിലെ സ്ഥാപനം നിങ്ങൾ തന്നെയാണെന്ന് പറയും. ഇതിന് പ്രത്യേക ഒരു സംവിധാനം ഉണ്ടാക്കണില്ല, മറിച്ച് ക്രിസ്തുവിനെ സ്വീകരിച്ച
നിങ്ങളിവിടെ കൊണ്ടുവന്നിട്ട് അതിനൊരു ഡയറക്ടറിനെയും സെക്രട്ടറിയെയും വെച്ചിട്ട് ഞങ്ങളത് പൂള് ചെയ്യാമെന്നുള്ള സംഭവം അത് ആദിമസഭയിൽ നിലനിന്നിരുന്ന സംവിധാനമാണ്. പക്ഷേ അപ്പോൾ എന്താ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തികൾ സുവിശേഷം കൈമാറുന്നു, സുവിശേഷം ആകുക, സുവിശേഷമേകുക എന്ന ആ ഒരു തിയറിയിൽ സുവിശേഷ കൈമാറ്റത്തിന് വ്യക്തികൾ എക്വിപ്പിഡാകണം. അതാണ് ഉടമ്പടി എടുക്കുന്ന ഓരോ വ്യക്തികളും അതിനാവതില്ലെങ്കിൽ ആ പണിക്ക് പോകരുതെന്ന് ഞാൻ കർശനം പറയുന്ന കാര്യം അതാണ്. ചുമ്മാ പ്രത്യക്ഷ പ്രാർത്ഥനയും ചെല്ലി ഇരുട്ട് മൂലക്ക് ഇരിക്കാൻ വേണ്ടിയാണെങ്കിൽ ഉടമ്പടി എടുക്കരുത്. ഉടമ്പടി എന്ന് പറയണത് അവൻ പറയണത് പോലെ ചെയ്യണ കാര്യമാണ്, അല്ലാതെ ചൊല്ലണ കാര്യമല്ല. അതുകൊണ്ട് തന്നെ ചെയ്യണമെങ്കിൽ എന്ത് വേണം? ചെയ്യണം എന്തിനു വേണ്ടിയാണ്? സ്നേഹം ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് എഫേസ്യൻസിൻ്റെ 3:17 വായിച്ചത്, നിങ്ങൾ സ്നേഹത്തിൽ വേര് പാകി അടിയുറക്കണം. ഉടമ്പടിയിലുള്ള ആൾക്കാർ വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കുന്നുണ്ട്, ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്, ആശുപത്രി അതുപോലെ തന്നെ ഓരോരുത്തരെയും പറ്റുന്ന പോലെ സാമ്പത്തികമായി സഹായിക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അത് ചെയ്യേണ്ട സ്പിരിറ്റാണ് പ്രോബ്ലം. ഞാൻ ഉടമ്പടി എടുത്തതുകൊണ്ട് ഞാനൊരു വസ്ത്രം മറ്റേ കൊടുക്കുന്നു, ഞാൻ ഉടമ്പടിയിലായിരിക്കുന്നത് കൊണ്ട് അങ്ങനെ ചെയ്യുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് സ്നേഹത്തിനല്ല പ്രാധാന്യം, ഉടമ്പടിക്കായിരിക്കും പ്രാധാന്യം. ഉടമ്പടിക്ക് പ്രാധാന്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ ചെയ്യുമ്പോൾ ദൈവം പ്രസാദിച്ച് ദൈവം എനിക്ക് ജോലി തരും. അപ്പോൾ ആർക്കാണ്? നിങ്ങൾക്കാണ് പ്രാധാന്യം. ആരാണ് സ്നേഹിക്കണത്? നിങ്ങളെയാണ് സ്നേഹിക്കണത്. അതാണ് വിഷയം വന്നിരിക്കുന്നത്. അപ്പോൾ ഉടമ്പടി പ്രകാരം നിങ്ങളെ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ ദൈവസ്നേഹത്തിലാണ് വേര് പാകേണ്ടത്. അത് ഉടമ്പടി ഇല്ലെങ്കിലും ആ 90 ദിവസം കഴിഞ്ഞാലും ഞാൻ വീണു പോകാതെ അതേ അരൂപിൽ തന്നെ ജീവിക്കും എന്ന് പറഞ്ഞ് കർത്താവേ 90 ദിവസം കഴിഞ്ഞാലും ഉടമ്പടി പുതുക്കക്കാലം കഴിഞ്ഞാലും ഞാൻ ദൈവസ്നേഹത്തിന്റെ പരസ്നേഹത്തിന്റെ സാക്ഷികളായി ജീവിക്കും. അമ്മേ പരിശുദ്ധമ്മേ എന്നെ സഹായിക്കണം. ശ്രുതികട ഹല്ലേലൂയ ദൈവസ്നേഹത്താൽ നിറഞ്ഞ് കാരുണ്യ പ്രവർത്തികൾ ചെയ്യുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഉടനടി പരിഹാരമേകും ഉടമ്പടി പ്രാർത്ഥന, ഉടനടി പരിഹാരമേകും അവൻ പറയുന്നത് ചെയ്തിടും ജീവിതം ധന്യമായിത്തീരും. അവൻ പറയുന്നത് ചെയ്തിടും ജീവിതം ധന്യമായിത്തീരും. ഈ വീഴ്ച സംഭവിക്കണ എപ്പോഴാണെന്നാണ് പറഞ്ഞത്. അത് 8:13 വായിച്ച് 8:13 പാറയിൽ വീണത് വചനം കേൾക്കുമ്പോൾ സന്തോഷത്തോടെ അത് സ്വീകരിക്കുന്നവരാണ്. എങ്കിലും അവർക്ക് വേരുകളില്ല. അവർ കുറെ നാളത്തേക്ക് വിശ്വസിക്കുന്നു. എന്നാൽ പ്രലോഭനങ്ങളുടെ സമയത്ത് എന്ന് പറഞ്ഞ എന്നാൽ പ്രലോഭനങ്ങളുടെ സമയത്ത് അവർ വീണു പോകുന്നു. അപ്പൊ ഇവിടുത്തെ വില്ലൻ ആരാണ്? പ്രലോഭനമാണ്. പ്രലോഭനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രലോഭനം, ഇപ്പോൾ നിങ്ങൾ ഉടമ്പടി എടുത്തു, നിങ്ങൾക്ക് ജോലിക്ക് വേണ്ടിയാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത്. അപ്പോൾ ജോലിക്ക് വേണ്ടി ഉടമ്പടി എടുത്തിരിക്കുമ്പോൾ പ്രലോഭനം വരാൻ പോണ എങ്ങനെയാണ്? അതിൻ്റെ പ്രലോഭനം അതിൽ തന്നെയാണ് ആ പ്രലോഭനം വരണത്. വെച്ചാൽ ഉടമ്പടി എടുക്കാത്ത ഒരാൾക്ക് നിങ്ങൾ വിചാരിച്ച ജോലി കിട്ടും. അപ്പോൾ അത് പ്രലോഭനമാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ കുറച്ച് പാടാണ്. നിങ്ങൾ കല്യാണം കെട്ടാൻ വേണ്ടിയാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത്. ഒരുടമ്പടി ഇല്ലാത്ത ആൾക്കാർ നാളെ കല്യാണം കഴിച്ച് പോയി നിങ്ങളുടെ മുമ്പിൽ കൂടി ചെണ്ടി പിടിച്ചുകൊണ്ട് പോയി കാറേ വന്ന് ഇറങ്ങുമ്പോൾ ദൈവം നിങ്ങൾ അണ്ടി കളഞ്ഞ അണ്ണാനെപ്പോലെ ഇരിക്കും.
2 തിരി പോയല്ല എന്ന് പറയും കർത്താവ് കത്തിച്ചത്. ഒരു തിരിയും കത്തിക്കാത്ത ആൾക്കാർ ചെണ്ടി പിടിച്ച് നടക്കണം. ഇതിനാണ് പ്രലോഭനം. അപ്പോൾ അവർ നമ്മളുണ്ടാക്കുന്ന പ്രലോഭനം അറിയണമെങ്കിൽ ശരിക്കും പരിശുദ്ധാത്മാവിന് വേണം. കാര്യം ആൾക്കാരുടെ എല്ലാം വീഴ്ചയുടെ ഒരു കാര്യം, വീഴ്ചയുടെ 90% നമ്മൾ വീഴ്ചകളുടെ സർവേ നടത്തിക്കൊണ്ടാണ് പരിശുദ്ധാത്മാവ് ഈ സംഭവം തീരുമാനം ഉണ്ടാക്കിയിരിക്കുന്നത്. വെളിപാടിൻ്റെ ഭജനമെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവല്ലേ ചെയ്യണത്. പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ സുപ്രീം കോടതി ഫുൾ ബെഞ്ചിലുള്ള തീരുമാനമാണ്. പരിശുദ്ധാത്മാവ് സർവേ നടത്തിയപ്പോൾ കണ്ടുപിടിച്ചത് എന്താണ്? ആൾക്കാർ വീണു പോകാൻ കാരണം എന്താണ്? പ്രലോഭനമാണ്. അതാ സംഭവം. പ്രാർത്ഥിച്ച നമ്മുടെ അണ്ടികളഞ്ഞ അണ്ണാനെപ്പോലെയും പ്രാർത്ഥിക്കാത്തവൻ രക്ഷപ്പെട്ടു പോവുകയും ചെയ്യും. ഇതിനേക്കാൾ വലിയ പ്രലോഭനം എന്തുണ്ട്? ഇത് ദൈവം തന്നെ കരുതിക്കൂട്ടി ചിലപ്പോൾ നിങ്ങൾക്കൊരു പ്രലോഭനം തന്നെന്ന് വരും. പ്രലോഭിപ്പിക്കണ ദൈവത്തിൻ്റെ പരിപാടി അല്ലെന്ന് പറയാനും വളർച്ചയുടെ ഭാഗമായിട്ട് ഇത് അഭിനിവാര്യമായൊരു ഘടകമാണ്. വളർച്ചയുടെ യേശുക്രിസ്തുവിനെ പോലും പ്രലോഭനങ്ങളിൽ നിന്ന് ഒഴിവാക്കാൻ ദൈവത്തിന് പറ്റിയില്ല. അതാണ് പ്രശ്നം. ഈ മനുഷ്യത്വം ദൈവികതയിലേക്ക് ഒരു ട്രാൻസിഷൻ സംഭവിക്കുമ്പോൾ അതിൻ്റെ അകത്ത് അനിവാര്യ ഘടകമാണ് ടെംപ്റ്റേഷൻ. ടെംപ്റ്റേഷൻ ഇസ് ദ ഇന്നെവിറ്റബിൾ സെക്ഷൻ ആണ്. അതെന്തിൻ്റെയാണ്? ഈ വളർച്ചയുടെ ഒരു ഘടകമാണത്. ട്രാൻസിഷൻ, ഒരു പരിവർത്തനം. മനുഷ്യ സ്വഭാവത്തിൽ നിന്ന് നമ്മൾ ദൈവസ്വഭാവത്തിലേക്ക് ഈ ഉടമ്പടി നമ്മൾ മാറ്റുമ്പോൾ അതിൻ്റെ അകത്തൊരു ഘടകമാണ് പ്രലോഭനം. ക്രിസ്തുവിനെപ്പോലും അതിൽ നിന്ന് മാറ്റാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് മരുഭൂമിയിൽ പരീക്ഷയൊക്കെ വെച്ചിരിക്കുന്നത്. ആ മരുഭൂമിയിൽ ഒരു മനുഷ്യന് ഉണ്ടാകാവുന്ന പ്രലോഭനങ്ങളുടെ സെക്ഷൻസ് തിരിച്ച് അവിടെ പ്രലോഭനങ്ങൾ പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ പിശാചിനെ ക്രിസ്തു ഇപ്പോൾ പ്രലോഭനം എന്തുകൊണ്ടാണ് ദൈവത്തിൽ നിന്ന് വരുന്നതെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തിൽ ഇപ്പം പിശാച് ആണ് യേശുവിനെ പ്രലോഭിപ്പിച്ചതെന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും അത് ശരിക്കും പറഞ്ഞാൽ ദൈവത്തിൽ നിന്നുള്ള ഒരു പ്രലോഭനമാണെന്ന് ഞാൻ പറയും. അതിന് പറയാൻ കാരണം പരിശുദ്ധാത്മാവിൻ്റെ പഴയ അക്കൗണ്ടുകളാണ്. പരിശുദ്ധാത്മാവ് തന്നെയല്ല ഈ പഴയ നിയമം പുതിയ നിയമം എഴുതിയിരിക്കണത്. ഈ പഴയ നിയമത്തിലെ പരിശുദ്ധാത്മാവിൻ്റെ പഴയ അക്കൗണ്ടിൽ ജോബിൻ്റെ അടുത്തേക്ക് പിശാചാണ് വരണത്, ഇല്ലേ? ജോബിൻ്റെ അടുത്ത് പിശാച് വരുമ്പോൾ ദൈവം പിശാചിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താണ്? നീ എൻ്റെ ദാസനായ ജോബിനെ കണ്ടോ? അപ്പോൾ ഉടനെ ദൈവത്തോട് പിശാച് പറയും, ദൈവം എന്താ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായി. അവൻ ഇന്ന് വരെ ദൈവത്തെ തള്ളി പറഞ്ഞിട്ടില്ല, അവൻ നീതിമാനാണെന്നല്ലേ. അതിൻ്റെ കാരണം നീ അവന് ചുറ്റും വേലി കെട്ടി വെച്ചിരിക്കണ കൊണ്ടല്ലേ? വേലി കെട്ടി വെച്ചിരിക്കണ കൊണ്ടല്ലേ? അവൻ്റെ സമ്പത്തിന് ചുറ്റും വേലി കെട്ടി. അവൻ്റെ മക്കൾക്ക് ആർക്കും ഒരു കുഴപ്പമില്ല, അവൻ്റെ സമ്പത്തിന് നഷ്ടമൊന്നുമില്ല, അവൻ്റെ ആരോഗ്യത്തിന് കുഴപ്പമൊന്നുമില്ല. നീ ആ വേലി ഒന്ന് പൊളിച്ച് ജോബിൻ്റെ ശരീരത്തിൽ ഞാൻ തൊട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ അത് കുട്ടം പിടിക്കും. അപ്പോഴവൻ നിന്നെ തള്ളിപ്പറഞ്ഞാൽ ഞാൻ കാണിക്കാം. അവൻ്റെ മക്കളെ ഞാനൊന്ന് കൈ കൊണ്ട് അവൻ പിടച്ചല്ലേ ഇടിപെട്ട് കയറ്റി മരിക്കും. അപ്പോൾ അവൻ നിന്നെ തള്ളിപ്പറഞ്ഞ് ഞാൻ കാണിക്കാം. ഇങ്ങനെ പറഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, ശരി, ഞാൻ വേലി പൊളിക്കാൻ നിന്നെ അനുവദിച്ചിരിക്കുന്നു. അപ്പോൾ ആരെയാണ് ജോബിനെ പരീക്ഷിക്കാൻ വേണ്ടി അനുവദിച്ചത്? പിശാചല്ല, ദൈവമല്ലേ? അതാ സംഭവം. അപ്പോൾ ക്രിസ്തുവിൻ്റെ അടുത്തും പിശാച് വരുന്നത് ദൈവത്തിൻ്റെ ഒരു കൺസെൻറ്റോട് കൂടിയാണ്. അല്ലാതെ എൻ്റെ ഒരു സ്വകാര്യമായ ആലോചന ഇപ്പം കിട്ടിയേ പറയണം, അല്ല ഞാൻ പഠിച്ചു വെച്ച് പറയണം, അല്ല ഇത്. എന്ന് വെച്ചാൽ നമുക്കൊരു പ്രലോഭനം വരുമ്പോൾ അതിൻ്റെ കാരണം മുഴുവൻ നമ്മളാണെന്ന് പറയരുത്. ദൈവം തന്നെ നമ്മൾക്ക് അപ്ഗ്രേഡ് ട്രാൻസിഷനിൽ ടെംപ്റ്റേഷൻ തരും, നമുക്കൊന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി. നമ്മൾ ഈ വളർച്ചയാണല്ലോ അത് മുമ്പേ. കാര്യം ആധ്യാത്മിക ജീവിതം വളർച്ചയാണ്. ദൈവ പൈതലാണ് നമ്മളെങ്കിൽ പൈതൽ എപ്പോഴും വളർന്നുകൊണ്ടേയിരിക്കും. ദൈവ പൈതലാണ് നമ്മൾ. അപ്പോൾ ദൈവ പൈതലിൻ്റെ ഒരു പ്രത്യേകത എന്താ? ബയോളജിക്കൽ ഗ്രോത്ത് ഉണ്ടാകും, അതുപോലെ സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടാകും, വളർച്ച ഉണ്ടാകും. വളർച്ച ഉണ്ടാകണം മുഴുവനും ഈ ട്രാൻസിഷനിൽ ടെംപ്റ്റേഷൻ വന്നുകൊണ്ടിരിക്കും. അത് ചിലപ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകും, ചിലപ്പോൾ ദൈവം കരുതിക്കൂട്ടി നമുക്ക് തരും. അപ്പോൾ കരുതിക്കൂട്ടി തരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമുക്ക് മസ്റ്റാണ്. പരിശുദ്ധാത്മാവാണ് ഇത് വിവേചിക്കണത്. പരിശുദ്ധാത്മാവ് വിവേചിച്ച് പറയും. ഇപ്പം തന്നെ ഞാൻ എപ്പോഴും ഓർക്കുവേ,
അതായത് ഈ രണ്ട് യാക്കോബിനെയും യോഹന്നാനെയും സമറിയായിലൂടെ പറഞ്ഞു വിട്ടത് ആരാണ്? ക്രിസ്തു അല്ലേ പറഞ്ഞു വിട്ടത്? ജെറുസലേമിലേക്ക് പോകണം, വഴിയൊരുക്കണം, വീടൊരുക്കണം, രാത്രി താമസിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ പറഞ്ഞു വിട്ടത് ആരാണ്? ക്രിസ്തു, ഈശോ തന്നെ പറഞ്ഞു വിട്ടത്. അവർ കൊടുവാളും വടിവാളുമായിട്ട് ഇവന്മാരുടെ പെടലി വെട്ടാൻ വേണ്ടി ഇരിക്കണം എന്നറിയാവുന്നത് ആർക്കാണ്? ക്രിസ്തുവിനാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം വടിവാളിൻ്റെ താഴേക്ക് ഇവരെ പറഞ്ഞു വിട്ടതല്ലേ ശരിക്കും പറഞ്ഞാൽ. എന്തുകൊണ്ടാണ് പറഞ്ഞു വിട്ടതിൻ്റെ കാര്യം? ഇവന്മാരിപ്പോഴും ശിഷ്യന്മാരായിട്ടില്ല. അതാണ് പ്രശ്നം. ശിഷ്യന്മാരാണെന്ന് പറഞ്ഞിങ്ങനെ അഭ്യാസം കാണിച്ച് വിഷം കെട്ടി നടക്കണതല്ലാതെ ദേ ആർ നോട്ട് ആക്ച്വൽ ഡിസൈപ്പിൾസ്. അവർക്ക് ഇപ്പോഴും വൈരാഗ്യമുണ്ട്, വിദ്വേഷമുണ്ട്. എത്രയോ പ്രാവശ്യം ഈശോ പറഞ്ഞാണ്. ഇതിന് കുറച്ച് കഴിയുമ്പോൾ ഈശോ പറയും, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ വടിവാളും കൊണ്ടല്ല നടക്കേണ്ടത്, മറിച്ച് കുരിശ് എടുക്കണമെന്ന് പറയും. ഇത് പറയണതിന് മുമ്പാണ് ഈശോ ആദ്യം ഈ വടിവാൾ ഉപയോഗിക്കേണ്ട സാഹചര്യം സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യും. അങ്ങനെയാണ് സമറിയായിലോട്ട് ചെല്ലുമ്പോൾ സമറിയ ഇവരോട് ചോദിക്കും, നിങ്ങൾ എവിടെ പോണ്? അപ്പോൾ പറയും, ഞങ്ങൾ ക്രിസ്തുവിൻ്റെ ആൾക്കാരാണ്. എന്ന് വെച്ചാൽ അതൊരു ഭീഷണിയാണ് അവർ പറയണത്. കാനായിൽ വെള്ളം വീഞ്ഞാക്കിയ, കടലിന് മീതെ നടന്ന് അപ്പം വർദ്ധിപ്പിച്ച, ഇന്ന് ലോകത്ത് കേട്ടുകേൾവിയുള്ള ഏറ്റവും വലിയ ദൈവപുത്രനായ ക്രിസ്തുവിൻ്റെ ആൾക്കാരാണ് ഞങ്ങൾ. അപ്പോൾ സമരക്കാർ അന്ന് ഇവിടെ വില പോകത്തില്ല, ഇതിൻ്റെ പാട് തിരക്കാൻ പറയും. ഇവിടെ കൂടി പോകണമെന്നുണ്ടെങ്കിൽ മൗണ്ട് ഗെറിസിമിൽ ആരാധിക്കണം, അല്ല ജെറുസലേമിൽ ആരാധനയ്ക്ക് ഞങ്ങൾ അംഗീകരിക്കത്തില്ല. ഞങ്ങളുടെ അംഗീകാരമുള്ള ആരാധന ഗെറിസിം മലയിലാണ് ഉള്ളത്. ഗെറിസിം മലയിൽ ആരാധിക്കാൻ പറ്റുമെങ്കിൽ മാത്രം അത് പറ്റത്തില്ല എന്ന് പറയുന്നത് ഇവർ അത് വിഗ്രഹ ആരാധന എന്ന് പറഞ്ഞിട്ട് ഇവർ പറയും. അപ്പോൾ പറയും, അങ്ങനെ പോകണമെങ്കിൽ കൈകാര്യം പറ്റുമെന്ന് അവർ പറയും. അപ്പോഴിവർക്ക് പറഞ്ഞിട്ട് പറയും, സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി തീയും ഗന്ധകം ഇറങ്ങി ഇവർ നശിപ്പിക്കണമെന്ന് പറയും. അപ്പോൾ ഈശോക്ക് മനസ്സിലാകും, ഈ ആൾക്കാരെ നശിപ്പിക്കാനുള്ള അരൂപി ഇപ്പോഴും ഇവരുടെ കയ്യിൽ ഉണ്ട്, ഇല്ലേ? അതുകൊണ്ട് ഈ നശിപ്പിക്കാനുള്ള അരൂപി, ആൾക്കാരുടെ വെറുപ്പ് ഇപ്പോഴും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല. പറഞ്ഞ മനസ്സിലായോ? ഉടമ്പടി ദൈവം ബയലാറ്ററൽ എഗ്രിമെൻ്റ് അല്ലേ? ഉടമ്പടി ദൈവം വിശുദ്ധനായ നീ എൻ്റെ മുമ്പാകെ നടക്കണമെന്നല്ലേ ഉടമ്പടി. എബ്രാഹത്തിനോട് എന്താ പറഞ്ഞത്? 17:1 നീ എൻ്റെ ഉൽപ്പത്തി പുസ്തകം, നീ എൻ്റെ മുമ്പാകെ നടക്കണം. എന്താണ്? വിശുദ്ധനായിരിക്കുക. അപ്പോൾ ഉടമ്പടി വിശുദ്ധിയുള്ള വ്യക്തിക്ക് മാത്രമേ ഉടമ്പടി ചെയ്യാൻ പറ്റത്തുള്ളൂ. ദൈവം വിശുദ്ധനായത് കൊണ്ടാണ്. ഇവരുടെ ഉള്ളിൽ വൈരാഗ്യം, വിദ്വേഷം, ചതിയും അഹങ്കാരവും മുൻകോപവും ഉള്ളത് കൊണ്ട് അത് ഇവരെ കൊണ്ട് തന്നെ പുറത്തെടുപ്പിക്കാൻ വേണ്ടി കരുതിക്കുട്ടി ഇവർക്കൊരു പ്രലോഭനം കൊടുക്കുകയാണ്. എന്താ കൊടുക്കണത്? ആ സമറിയായിലൂടെ വിടുകയാണ്. ഈശോക്കറിയാം അവിടെ വടിവാളുമായിട്ട് ആൾക്കാർ നിൽക്കുന്നുണ്ടെന്ന്. ആ വടിവാളിൻ്റെ നേരെ ഇവരെ വിടുകയാണ്. അപ്പോൾ അവർ വെട്ടുമെന്ന് പറയുമ്പോൾ പറയും, ഇവർ തിരിച്ചു വരും. കർത്താവേ, സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ഏലിയായെപ്പോലെ, ഏലിയാണല്ലോ അഗ്നി ഇറക്കിയ ആളെ, അപ്പോൾ ആ ഏലിയായെപ്പോലെ ഇവരെ നശിപ്പിക്കാൻ ഞങ്ങൾ കൽപ്പിക്കട്ടെ, അതിന് അധികാരം തരാൻ പറയും. എന്നുവെച്ചാൽ അവരെ കൊല്ലാനുള്ള അധികാരം ചോദിക്കുകയാണ്. അപ്പോൾ ഈശോ ചോദിക്കുന്നത് എന്താണ്? എന്ത് അരൂപിയാണ് നിങ്ങൾക്കുള്ളതെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല. എന്ത് അരൂപിയാണുള്ളത്? കൊല്ലണ അരൂപി എന്താണ്? നശിപ്പിക്കണ അരൂപി എന്താ? കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളം വരുന്നതെന്ന് ഈശോ പറഞ്ഞില്ലേ? ആ അരൂപിയാണ് കക്ഷികൾക്കുള്ളത്. അത് കർത്താവിനറിയാം. ഇവർ ഉടമ്പടി ജീവിക്കണേ, പക്ഷേ കൈയിരിപ്പ് മോശമാണ്. യോഹന്നാൻ 10:10 എന്താ പറയണേ? 10:10 അരൂപി എന്താണ്? കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളം വരുന്നത്. അപ്പോൾ അഗ്നി ഇറങ്ങി നശിപ്പിക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഇവരുടെ ഉള്ളിലുള്ള ആളുടെ അരൂപി എന്താണ്? സാത്താന്യമായ അരൂപിയാണ് ഇവർക്കുള്ളത്. ഇവരെയും വെച്ചുകൊണ്ട് ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ലെന്നാണ് ഈശോ പച്ചമലയാളത്തിൽ പറഞ്ഞത്. ഇനി ഈ യാക്കോബിനെയും യോഹന്നാനെയും കൂടി കൊണ്ടുപോകാൻ പറ്റത്തില്ല. എന്താണ്? ഈ കക്ഷികൾക്ക് എൻ്റെ കൂടെ നടക്കാൻ പറ്റത്തില്ല. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ഈശോ പറയും, എന്നെ അനുഗമിക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം? സ്വയം. ഇപ്പം നിങ്ങൾക്കിട്ട് കൊണ്ടപ്പോഴല്ലേ നിങ്ങൾ അവരെ തന്തക്ക് വിളിച്ചത്? അതല്ല സ്വയം എന്ന് പറയണത്. എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ സ്വയം പരിത്യജിക്കണം. അവിടെയാണ് ക്ഷമ വരണത്. ക്ഷമ. പിന്നെന്താണ്? ദയ, നന്മ, വിശ്വസ്തത. വിശ്വസ്തത ഉടമ്പടിയുടെ മെയിൻ സംഭവമാണ് വിശ്വസ്തത. എന്തെല്ലാം പുലിവാരുണ്ടായാലും നമ്മുടെ പ്രാർത്ഥന കേട്ടില്ലെങ്കിലും പ്രാർത്ഥിക്കാത്ത ഉടമ്പടി എടുക്കാത്ത ആൾക്കാർ ഭൗതികമായ നേട്ടം കൊയ്യണ കണ്ടാലും നമ്മൾ ദൈവത്തോട് വിശ്വസ്തത പാലിക്കും. പിടികിട്ടിയ അവിടെ വിശ്വസ്ത വരണത്. വിശ്വസ്ത വരണ എവിടെയാണ്? അതായത് നമ്മൾക്ക് അതായത് മറ്റുള്ള വ്യക്തികളെ ഉടമ്പടി എടുക്കാത്തവർക്ക് നമ്മൾ പറയുന്ന ഭൗതിക ആനുകൂല്യം, അവിടെ സ്ഥലം വിറ്റുമാറുക, അവർക്ക് ജോലി കിട്ടുക, അവർക്ക് പ്രൊമോഷൻ കിട്ടുക,
അവർക്ക് വിസ വരിക, ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ മറ്റുള്ളവർക്ക് സംഭവിക്കുകയും നമ്മൾക്ക് സംഭവിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഒരു നീരസം തോന്നുകയും നമ്മൾ ഉടമ്പടിയിൽ മാന്യം കാണിക്കുകയും വേര് താഴേക്കില്ലാത്തത് കൊണ്ട് ചിലപ്പോൾ ഉടമ്പടി വീണു പോവുകയും വിശ്വസ്തത കുറയുകയും ചെയ്യും. ഈ വിശ്വസ്തത പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ടാണ് ഈ വീഴ്ചയും വിശ്വസ്തതയും ഇൻ്റർ കണക്റ്റഡാണ്. നമുക്കൊരു നമ്മൾ ഒരു കാര്യത്തിൽ ഉടമ്പടി വീണു പോയാൽ അതിൻ്റെ അർത്ഥം വീഴ്ച വന്നിരിക്കേണ്ട വിശ്വസ്തതയിലാണ്. അതിൽ ഒരു പങ്ക് ദൈവത്തിൽ നിന്നാണ് നിങ്ങൾ വിശ്വസ്തത കുറഞ്ഞിരിക്കുന്നത്. ഉടമ്പടിയിൽ ഉപ്പെന്നും സംഭവമില്ലേ, അതെന്താണ്? സോൾട്ട് ഓഫ് ദി കവനൻ്റ് എന്നാണ് വിളിക്കുന്നത്. ടേക്ക് ദ ബെഡഫോർഡ് 18:19 സംഖ്യ 18:19 ഇസ്രായേൽ ജനം കർത്താവിന് നിരാജനമായി നിരാജനം എന്നൊക്കെ പറഞ്ഞ ഉപ്പ് തളിച്ചതെന്നതിൻ്റെ അർത്ഥം ഇംഗ്ലീഷ് ബൈബിളിൽ കവനൻ്റ് ഓഫ് സാൾട്ട് എന്ന ഉപ്പിൻ്റെ ഉടമ്പടി എന്ന് എഴുതിയിരിക്കണത്. ഇവർ തർജ്ജമ ചെയ്ത് വന്നപ്പോൾ ഭയങ്കര കഷ്ടമായിപ്പോയി. തർജ്ജമക്കാർ നമ്മളെ കുറേ പണി തന്നിട്ടുണ്ട് നമുക്ക്. കാര്യം ഇംഗ്ലീഷ് ബൈബിൾ നോക്കിയാൽ മനസ്സിലാകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ സോൾട്ട് ഓഫ് ദി കവനൻ്റ്, ഉപ്പിൻ്റെ ഉടമ്പടി എന്നാണ് കിടക്കണത്. എന്നുവെച്ചാൽ ഉപ്പിട്ട ഉടമ്പടി. കാര്യം ഉടമ്പടി വസ്തുവിൽ ഉപ്പ് തളിക്കണത് സംഖ്യാപുസ്തകം മുതൽ തന്നെ ഉള്ള ഒരു പാരമ്പര്യമാണ്. കാര്യം അന്ന് ഉടമ്പടി ദൈവനാമത്തിൽ ഉടമ്പടി ചെയ്യുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപ്പ് കൈമാറും. അതിൻ്റെ ചരിത്രം അതാണ്. ഉപ്പ് അങ്ങോട്ട് കൈമാറിയിട്ട് ഉപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും തിന്നും. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? വിശ്വസ്തത. കവനൻ്റാണ് ഉപ്പിൻ്റെ ഉടമ്പടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടമ്പടി ഉപ്പിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഉടമ്പടിയാണ്. എന്ന് വെച്ചാൽ ഉപ്പ് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു നുള്ളെടുത്ത് വായിലിടും, എന്നിട്ട് അത് ഇറക്കും. അതാണ് വിശ്വസ്തതയുടെ ഭാഗമായിട്ടാണ് ഉപ്പ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഉപ്പ് തന്നിരിക്കുന്നത് എന്തിൻ്റെ പേരിലാണ്? വിശ്വസ്തതയുടെ പേരിലാണ്. അത് കവനൻ്റ് ഓഫ് സാൾട്ടാണ് തന്നിരിക്കണത്. അല്ലാതെ ചില കൂടുതലൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഉപ്പ് കൊടുക്കുന്നുണ്ട്, അതല്ല സംഭവം. ഉടമ്പടിയിൽ ഉപ്പ് വന്നു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് കവനൻ്റ് ഓഫ് സാൾട്ട്. അത് കറക്റ്റായിട്ട് ഈ സംഖ്യ 18:19 അനുസരിച്ചാണ് ഉപ്പ് തന്നിരിക്കുന്നത്. അത് പല പ്രാവശ്യം വെഞ്ചരിക്കും, ഒരു പ്രാവശ്യമല്ല. ഒരു മുറിയിൽ ഇത് വെച്ചിട്ട് എല്ലാ ദിവസവും പോയി അത് വെഞ്ചരിക്കും. അപ്പോൾ ചില പദാർത്ഥങ്ങൾക്കൊക്കെ 100 വെഞ്ചരിപ്പൊക്കെ കിട്ടുന്നുണ്ട്. ചിലതിന് തീർന്നു പോയ വസ്തുക്കൾ ചിലപ്പോൾ 2 വെഞ്ചരിപ്പേ കിട്ടുന്നുള്ളതായിരിക്കും. പക്ഷേ ഒത്തിരി വെഞ്ചരിപ്പ് കിട്ടിയിട്ടാണ് നിങ്ങളുടെ കയ്യിലേക്ക് ആ നേർച്ച വസ്തുക്കളെല്ലാം വരണത്. ഒരു 50 വെഞ്ചരിപ്പോ അല്ലെങ്കിൽ 100 വെഞ്ചരിപ്പോ ഒക്കെ കിട്ടിയിട്ടാണ് നിങ്ങളുടെ കയ്യിൽ. കാര്യം എല്ലാ ദിവസവും ഞാൻ വെഞ്ചരിക്കും അവിടെ പോയി. കാര്യം വെച്ചാൽ ആ നേർച്ച വസ്തുക്കളെ തന്നെയും പിന്നെയും വെഞ്ചരിച്ചുകൊണ്ടിരിക്കും. അതിനെ എംപവർ ചെയ്ത് അത് എന്താ വെഞ്ചരിക്കണതിൻ്റെ കാര്യം? അതൊരു അനുഷ്ഠാന പ്രക്രിയ അല്ല. ശരിക്കും പറഞ്ഞാൽ വെഞ്ചരിപ്പെന്ന് പറയുന്നത് ഒരു അനുഷ്ഠാന കർമ്മത്തിൻ്റെ രീതിയിലുള്ള ഒരു വെഞ്ചരിപ്പല്ലത്. മറിച്ച് പവർ ഇൻഫ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ബൈബിൾ ഫോർമുലയാണത്. എന്താണ് അത് പറയുന്ന? എനിക്ക് എന്താണ്? യേശു കർത്താവാണെന്ന് ഞാൻ അധരം കൊണ്ട് ഏറ്റുപറയും. പിന്നെന്താണ്? ദൈവം അവനെ മരിച്ചോന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കും. അപ്പോൾ റോമ 10:9 അനുസരിച്ചുകൊണ്ടാണ് വെഞ്ചരിപ്പ് ഉണ്ടാകുന്നത്. അല്ല പള്ളികളിൽ പായസം വെഞ്ചരിക്കണ പോലെയും അടിമ വെക്കണ പോലെയും അല്ലത്. അതിനൊരു സിമ്പിൾ ഫോർമുലയാണ് അവർ ഉപയോഗിക്കുന്നത്. പക്ഷെ നമ്മൾ രക്ഷാകര ഫോർമുലയാണ് ഉപയോഗിക്കുന്നത്. രക്ഷയുടെ ഫോർമുല ഇല്ലേ? രക്ഷയുടെ ഫോർമുല എന്താണ്? കൃപയുടെ ഫോർമുലയാണ്. നോട്ട് ബ്ലെസ്സിങ്ങിൻ്റെ ഫോർമുല അല്ല ഉപയോഗിക്കുന്നത്, കൃപയുടെ ഫോർമുലയാണ്. അതെന്താണ്? യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയും. പിന്നെ എന്താണ്? ദൈവം അവനെ മരിച്ചു നിർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കും. ഈ 2 ഫാക്കൽറ്റിയുടെ കണ്ണുക്കറാൻസ് വെച്ചിട്ടാണ് ഇതിലേക്ക് വെഞ്ചരിക്കും. എന്ത് വരും? യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറഞ്ഞാൽ ദൈവം അവനെ മരിച്ചു നിർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ നമ്മൾ രക്ഷ പ്രാപിക്കും. രക്ഷ എന്താണ്? ലൂക്കാ 2:30 ക്രിസ്തു തന്നെയാണ്. അപ്പോൾ ക്രിസ്തുവിനെ ഈ മീഡിയം വെച്ച് നിങ്ങൾ പ്രാപിക്കണം. അതിനാണ് നിങ്ങളെ കൊണ്ട് ഡീകോഡ് ചെയ്യിക്കണത്. നിങ്ങളെ കൊണ്ട് ഡീകോഡ് ചെയ്യിക്കും. ഞങ്ങൾ ഈ കോഡ് ചെയ്തിരിക്കുന്ന സംഭവത്തെ, പവർ കോഡ് ചെയ്തിരിക്കുന്ന സംഭവത്തെ നിങ്ങളെ കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യും? ഡീകോഡ് ചെയ്യിച്ചിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അത് ആ പവർ അനുഭവവേദ്യമാക്കാൻ നിങ്ങളോട് എന്ത് പറയും? യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റു പറയുന്നതിന് പകരം ഞങ്ങൾ നിങ്ങളോട് പറയണത് വിശ്വാസപ്രമാണം ചെയ്യാനാണ് പറയണത്. പിടിയിട്ടില്ലേ? അപ്പോൾ ബുദ്ധിയും ബോധം ഉള്ളവൻ വിശ്വാസപ്രമാണം മുട്ടെന്ന് കൈ വിരിച്ചു പിടിച്ച് ചെല്ലും. എന്താ കാര്യം? വിശ്വാസ പ്രഖ്യാപനം കൈ വിരിച്ചു പിടിച്ചാണ് ചെയ്യേണ്ടത്.
കാര്യം ക്രിസ്തു രക്ഷ പ്രഖ്യാപിച്ചത് കൈവിരിച്ച് പിടിച്ച് കുരിശക്കറന്നാണ്. അപ്പോൾ ക്രിസ്തുവിൻ്റെ രക്ഷാകര നടപടിക്രമങ്ങളോട് നമ്മൾ മാനസികമായിട്ട് യോജിച്ചുകൊണ്ടാണ് മുട്ടയെന്ന് കൈവിരിച്ച് പിടിച്ചേക്കണം. അല്ലാതെ കരിസ്മാറ്റിക് ചെയ്യണ പോലെ കൈ ഉയർത്തി പിടിക്കുകയല്ല. അത് തിരുവുദ്ധാനത്തിൻ്റെതാണ്. പരിഹാരം ചെയ്തത് കൈ വിരിച്ചു പിടിച്ചാണ്. രണ്ടിനും ഭയങ്കര വ്യത്യാസമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ചെയ്യണ കാര്യങ്ങൾ അതിൻ്റെ കൾട്ടനുസരിച്ച് തന്നെ ചെയ്യണം. അതിനൊരു പ്രത്യേകമായിട്ടുള്ള കൾട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ എല്ലാം വേണ്ടത് വിശ്വാസവും ദൈവസ്നേഹവുമാണ് വേണ്ടത്. ഇതെല്ലാം ചെയ്യുമ്പോൾ ഇപ്പം നിങ്ങളുടെ ഉപ്പ് നിങ്ങൾ എടുക്കുമ്പോൾ എന്നെ വെക്കണം, ഞാൻ വിശ്വസ്തത പാലിച്ചിട്ടുണ്ട്, അല്ലാതെ കൃപാസനം കിട്ടിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഉപ്പ് കൊണ്ടുപോയി വല്ലവൻ്റെ വീട്ടിൽ കൊടുക്കും. പല്ല് തേക്കാത്തവൻ്റെ വീട്ടിൽ കൂടെ ഉപ്പ് കൊടുക്കും. അവൻ ജനിച്ചിട്ട് പള്ളിക്കാർ കാണത്തില്ല. നിങ്ങൾക്ക് ബന്ധുക്കളായിരിക്കാം സാഹചര്യം. പക്ഷേ ഞാൻ എപ്പോഴും പറയും, ഉടമ്പടിയിലുള്ള ആളാണത് ആക്ടിവേറ്റ് ചെയ്യേണ്ടത്. വായി നോക്കിക്കണം വല്ല എന്തെങ്കിലും വിചാരിക്കണമെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല. അത് ചിലപ്പോൾ നിങ്ങളുടെ ആൾക്കാരായിരിക്കും. പക്ഷേ അറിഞ്ഞിരിക്കുക ദൈവത്തിൻ്റെ ആൾക്കാരാകണ്ടേ. നിങ്ങളുടെ ആൾക്കാരായിരിക്കണം കൊണ്ട് വല്ല കാര്യമുണ്ടാ? ദൈവത്തിൻ്റെ ആൾക്കാരായിരിക്കണം. അതുകൊണ്ടാണ് രോഗികൾക്കാണ് നിങ്ങളുടെ ഉടമ്പടി തൈര് നിങ്ങൾ നിന്ന് തേച്ച് കൊടുക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം. കാര്യം നിങ്ങളല്ല ഉടമ്പടിയിലുള്ളത്. പക്ഷേ ഉടമ്പടി നിങ്ങൾ തേച്ചാലും ചില സമയത്ത് ഏക്കത്തില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഉടമ്പടി അല്ലാത്തത് കൊണ്ടാണ്. നിങ്ങൾ ഓർത്തിരിക്കണം, ഉടമ്പടി കൊണ്ടുവന്ന് ഏതാണ്ട് സംഭവം എഴുതി കെട്ടിത്താത്തണം ഉടമ്പടി എന്നും പറഞ്ഞുള്ള ചില വിഡ്ഢിവേഷക്കാരില്ലേ, അവർ ചെയ്താൽ ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല. ഇത് വർക്കൗട്ട് ചെയ്യണമെങ്കിൽ ഇതെന്താണ്, നമ്മൾ ഉടമ്പടിയിൽ ഒരു ഉപ്പ് തളിക്കണത്, അല്ലെങ്കിൽ ഒരു ഉടമ്പടി കാശ്രൂപം കൈമാറുന്നതോ, അല്ലെങ്കിൽ ഒരു ഉടമ്പടി തൈലം കൊണ്ട് കുരിശ് വരക്കണതോ. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം ഉണ്ടായി. സാക്ഷി ആരാ പറഞ്ഞു? ഒന്ന് ശ്രദ്ധിച്ച മക്കളെ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സാക്ഷ്യങ്ങളിലൂടെ ഞങ്ങളോട് സംസാരിക്കാൻ നന്ദി പറയുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. മുണ്ടമ്പേലി സെന്റ് ലൂയിസ് പള്ളി ഇടവകയെന്ന് ഒരു റോസി ഒരു സാക്ഷ്യം പറഞ്ഞു. റോസിയുടെ സാക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, റോസി പറഞ്ഞ സാക്ഷ്യം ഇതാണ്. റോസി അവർ 3 മക്കളുണ്ട്. 2 പേർക്ക് 2 കല്യാണം കഴിച്ചു. ഒരാളെ കൂടി പഠിപ്പിക്കണം, കെട്ടിക്കണം, നല്ല ബാധ്യതയുണ്ട്. അതുകൊണ്ട് അവൾക്ക് പഠിപ്പുണ്ടെങ്കിലും കിട്ടണ ജോലിക്ക് അവൾ പോയി. കുവൈറ്റിൽ പോയി ഒരു കൊച്ചിനെ നോക്കാൻ വേണ്ടി ജോലി കിട്ടി, അങ്ങനെ പോയി. പക്ഷേ കൊച്ചിനല്ല, കുവൈറ്റ് വീട്ടുകാർ നല്ലതാണ്. ആ കുഞ്ഞും അവളെ ചെന്നതിന് ശേഷം പ്രസവിച്ച ഒരു മാലാഹ കുഞ്ഞാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇവൾക്ക് കൊച്ചിനെ നോക്കാൻ പറ്റത്തില്ല അവിടെ ചെല്ലുമ്പോൾ. കാര്യം ഇവിടെ കുഴപ്പമില്ല, അവിടെ വേറെ വേലക്കാരുണ്ട് ഓൾറെഡി. അവർ ഇവളെ കൊണ്ടൊന്നും ചെയ്യിക്കത്തില്ല. ഇവളെ എങ്ങനെയെങ്കിലും അവിടുന്ന് വിരട്ടി ഓടിക്കാനാണ് നോക്കണത്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, വിരട്ടി ഓടിക്കുക വെച്ച് കഴിഞ്ഞാൽ അവർ ചെയ്യണത് ഇതാണ്. ഒന്ന്, ഇവൾക്ക് കൊച്ചിനെ വെച്ചിട്ട് ഭക്ഷണം കഴിക്കാൻ പോകാനോ ബാത്റൂമിൽ പോകാനും പോലും പറ്റത്തില്ല. കാര്യം കൊച്ചിനെ അവർ വല്ല ഉപദ്രവിക്കും. ഇവളെ കൊച്ച് പുറത്ത് ചാടിച്ചിട്ട് ഈ കൊച്ചിനെ നോക്കാനുള്ള പരിപാടി അവർക്ക് അടിച്ചു മാറ്റണം. അതാണ് ഒരു കാര്യം. തന്നെയല്ല, ഇവളവിടെ ചെന്നിട്ട് അവർക്ക് അവരുടെ കർമ്മങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ബ്ലാക്ക് മാസുകാരാണ്. കർത്താവിനെ അപമാനിക്കുന്ന കുറേ പിശാചിൻ്റെ കുർബാന നടത്തുന്ന ആൾക്കാരില്ലേ, അതായത് നരകത്തിന് അവകാശമാക്കാൻ വേണ്ടി വിധിക്കപ്പെട്ടിരിക്കുന്ന സംഭവങ്ങൾ. ഇവരാണ് അവിടെ ആ കുവൈറ്റ് വീടിനെ കൈകാര്യം ചെയ്യണത്. ഇവൾ പ്രാർത്ഥനയും പ്രത്യക്ഷങ്ങളും പറഞ്ഞ് ചിലപ്പോഴൊക്കെ പിശാചിന് വെകിളി പിടിച്ച് പിശാച് പറഞ്ഞ് അവളെ കൊല്ലണം, അവളെ പുറത്താക്കാതെ ഒന്നും ഇനി ഇവിടെ നടക്കത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ രാത്രി, ആ ബ്ലാക്ക് മാസുകാർ രാത്രി 12 മണിക്ക് അവിടെ ഇരുന്നുകൊണ്ട് അവരുടെ ചില കർമ്മങ്ങളൊക്കെ ചെയ്യും. പക്ഷെ ചെയ്യുമ്പോൾ അതൊന്നും ഒക്കത്തില്ല. കാര്യം ഇവളിനകത്ത് ഇവിടുന്ന് ഒരു പ്രത്യക്ഷ പ്രാർത്ഥന ചെല്ലണമാണ്. ഇവിടെ കൈ വെഞ്ചരിച്ച ഉപ്പുണ്ട്, വെഞ്ചരിച്ച കാശുരൂപമുണ്ട്. അതുകൊണ്ട് ചെകുത്താൻ്റെ പണിയൊന്നും അവിടെ നടക്കണില്ല. അവർക്ക് കാര്യം മനസ്സിലായെന്ന് വെച്ചാൽ ഇവളാണ് ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ചെയ്ത്തൊന്നും ഏക്കാത്തതെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഇവളെന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇവളെ കിടക്കണ സ്ഥലത്ത് കൊണ്ടുപോയി നായ്ക്കറിന പൊടി ആക്കി ഇടും, ചൊറിഞ്ഞിട്ടേ ഓടാൻ വേണ്ടി. എന്തെല്ലാം പരിപാടി കാണിക്കണമെന്നറിയോ? അതുപോലെ തന്നെ ബാത്റൂമിൽ കൊണ്ട് കുപ്പിച്ചില് വെതറും പൊടിച്ച്. അവൾ കറി ഇവക്ക് ഷുഗറുള്ള കാരണം കൈ പൊട്ടിയാൽ പിന്നെ കാല് പൊട്ടിയാൽ പഴുക്കുക, പിന്നെ പൊറുക്കത്തില്ലല്ലേ. അതൊക്കെ മനസ്സിലാക്കിയിട്ട് അവർ കുപ്പിച്ചില് ബാത്റൂമിൽ വെതറും. കൊച്ചിനെ ഇവിടെ വെച്ചിട്ട് അവൾക്ക് ഭക്ഷണം കഴിക്കാൻ പോലും പറ്റത്തില്ല. കാര്യം കൊച്ചിനെ ഇവർ വന്ന് ഉപദ്രവിക്കുമ്പോൾ കൊച്ചു മരിക്കുക വല്ലതും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ നിയമം അനുസരിച്ച് കൊച്ചിനെ ആരും നോക്കുന്നു, അവർ കൊലപാതകികളായിട്ട് നേരെ ജയിലിൽ പോകും. പിന്നെ വെളിച്ചം കാണത്തില്ല. അപ്പോൾ മനസ്സിലായി അവളെ പെട്ടിരിക്കണമെന്നൊക്കെ മനസ്സിലായി.
അവൾ പെട്ടിരിക്കണമെന്ന് മനസ്സിലായി. അപ്പം നിങ്ങൾ ചാടിക്കയറിയൊക്കെ ഓരോ സ്ഥലത്ത് പോകുമ്പോഴേ സംശയം ഉണ്ടെങ്കിൽ അച്ഛനോട് ചോദിക്കണം, വന്നിട്ട് ചോദിക്കണം, ഇത് ഞങ്ങളുടെ നിവർത്തിക്കേട് കൊണ്ടാണ് ഇപ്പോൾ ഈ രാജ്യത്ത് പോകാൻ പോണത്, ഇത് വർക്കൗട്ട് ചെയ്യുക, കർത്താവ് എന്ത് പറയണേ, അത് നമുക്കറിയാൻ ബാധ്യസ്ഥരാണ് നമ്മളെ. ഇതൊക്കെ അറിയാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് നമ്മൾ ദൈ വിൽ ബി ഡൺ, ദൈ കിങ്ഡം കം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണത്? എന്നുവെച്ചാൽ വിധി പോലെ നടക്കണമെന്ന് എൻ്റെ അർത്ഥം അല്ല. നമ്മളെ വിധിയിൽ വിശ്വസിക്കുന്നവരില്ല. നിൻ്റെ രാജ്യം വരണം, നിൻ്റെ തിരുമനസ് നിറവേറണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിഷയം നിൻ്റെ തിരുമനസ്സാണോ അല്ലയോ, ദൈവ തിരുമനസ്സാണോ അല്ലയോ, അല്ല നിൻ്റെ സമ്മർദ്ദം കൊണ്ട് നീ ചാടിപ്പീണ് കടലിൽ കടക്കാൻ പോണ പോലെ വരരുത്. അപ്പം നിങ്ങൾക്കൊരു വിഷയത്തിൽ സംശയമാണ് ദൈവം തോന്നിക്കുന്നത്. ആദ്യം സംശയമില്ലെങ്കിൽ ഓക്കെയാണ്. സംശയം ഉണ്ടെങ്കിൽ എൻ്റെ മക്കൾ ചോദിക്കണം, സംശയം തോന്നണം അച്ഛാ ഇതിനകത്ത് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കണം. അപ്പം അതിക്ക് മുമ്പ് നിങ്ങളുടെ ഉടമ്പടി ഒന്ന് വെടിപ്പായിരിക്കണം. നിങ്ങൾ ഉടമ്പടി ഇല്ല, ഇപ്പം സംശയം വന്നപ്പോൾ നിങ്ങൾ രോഗികളെയും കണ്ടിട്ടില്ല, വീട്ടിലെല്ലാവരുമായിട്ട് കലഹവുമാണ്, പ്രാർത്ഥനയും ചില സമയത്ത് തോന്നുമ്പോൾ എഴുന്നേക്കണം, 5:30 എഴുന്നേക്കേണ്ട ആൾ 7 മണിക്ക് എഴുന്നേറ്റിട്ട് ഇപ്പോൾ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ അച്ഛാ സംശയം ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ആളെ കാണുമ്പോൾ അറിയാൻ പറ്റും. അവിടുന്ന് ചീട്ട് കിട്ടിയാലും ഞാൻ ചീട്ട് കീറി ഇവിടെ വെച്ച് എന്താ കാര്യം, ഇവരോട് സംസാരിക്കാൻ പറ്റുന്നത്, ഇവർ ഉടമ്പടിയിലല്ല, ഇവർ പറ്റിപ്പ് ഉടമ്പടിയായിട്ട് നടക്കുകയാണ്. ഉടമ്പടിയുടെ പേപ്പറൊക്കെ കയ്യിരിപ്പുണ്ട്, പക്ഷേ ഹീസ് നോട്ട് ഇൻ എ കവനൻറ്റ്. കാര്യം എന്താണ്, കവനൻ്റെ ഉത്തരവാദിത്തങ്ങൾ ദൈവസ്നേഹത്തോടെ അവർ പാലിച്ചിട്ടില്ല. അതാണ് എൻ്റെ വിഷയം പറയണത്. കവൻ്റെ ഉത്തരവാദിത്തങ്ങൾ പാലിച്ചാലാണ് ഇതെല്ലാം വർക്കൗട്ട് ചെയ്യത്തുള്ളൂ. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ വിശ്വാസ ആവിഷ്കാരങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. വിശ്വാസ ആവിഷ്കാരങ്ങൾക്ക് ആകപ്പാട് ജനത്തിന് അറിയാവുന്ന പ്രാർത്ഥനയാണ്. ആകപ്പാട് ജനങ്ങളെല്ലാം കുർബാന പോലും ആൾക്കാർ ചോദിക്കും, കുർബാന അച്ഛന്മാർ ചോദിക്കുമ്പോൾ ബ്രദർ കുർബാന ചൊല്ലിയതാണോ? അല്ല അച്ഛനായിട്ടില്ലെന്ന് പറയും. അപ്പോൾ എൻ്റെ അപ്പനൊരു കുർബാന ചൊല്ലിക്കണം. അപ്പോൾ കുർബാന വരെ എന്താണ് ചൊല്ലണ സംഭവമാക്കി മാറ്റി. ആരെ മാറ്റിയതാണ്? ഞങ്ങൾ മാറ്റിയതല്ല, നിങ്ങൾ മാറ്റിയതാണ്. കുർബാന ചെല്ലണ സംഭവം അല്ല, ഉടമ്പടിയാണ്, ചെയ്യണ സംഭവമാണ്. ഡു ദിസ് മെമ്മറി ഓഫ് മീ, ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചൊല്ലാനാണോ പറഞ്ഞത്? അല്ലല്ല, ചെയ്യാനല്ല പറഞ്ഞത്. പിന്നെ എങ്ങനെയൊക്കെ നമുക്ക് കുർബാന ചെല്ലിച്ചോ എന്ന് ചോദിക്കണേ എന്തിനാ? അതിൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടിയെല്ലാം ചെയ്യുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ കുർബാന നമ്മൾ ചെയ്യാൻ വേണ്ടി വരികയാണ് പള്ളിയിൽ. എന്താണ്? അവൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുകയാണ്. അവൻ നമുക്ക് വേണ്ടി അവൻ്റെ ശരീരം പാപത്തിന് പരിഹാരമായിട്ട് ഭാഗിച്ച് വീതിച്ച് വിളമ്പി തന്നു. അത് നമ്മൾ അവൻ്റെ ഓർമ്മ ആഘോഷിക്കുമ്പോൾ അവൻ നമ്മളോട് കാണിച്ച കാരുണ്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അവൻ്റെ സ്നേഹത്തിൻ്റെ ആഘോഷമായിട്ട് നമ്മൾ മുറിച്ച ആൾക്കാർക്ക് കൊടുക്കും നമ്മുടെ സമയം, നമ്മുടെ സമ്പത്ത്. അതാണ് നിങ്ങൾ ഉടമ്പടിയോട് ചെയ്യണ കുർബാന. ഉടമ്പടിക്ക് ശേഷം നിങ്ങളെ ആൾക്കാർ സുവിശേഷം അറിയാത്തവർ അറിയിക്കുന്നു, അറിഞ്ഞവർ ആഴപ്പെടുത്തുന്നു. ഉടമ്പടിക്ക് ശേഷം നിങ്ങൾ ദാനധർമ്മം ചെയ്യുന്നു. നിങ്ങൾ അനുഭവിക്കേണ്ട, നിങ്ങളുടെ മക്കളും അനുഭവിക്കേണ്ട സമ്പത്ത് നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി പങ്കുവെച്ച് കൊടുക്കുമ്പോൾ മുറിച്ച് കൊടുക്കുകയാണ്. കുർബാന തുടരുകയാണ്. മാസ് ഒരിക്കലും എൻഡ് ചെയ്യുന്നില്ല. അതായത് ലിറ്ററേച്ചറിക്കൽ മാസാണ് എൻഡ് ചെയ്യണത്. ബയോളജിക്കൽ മാസ് തുടർന്നുകൊണ്ടേയിരിക്കും. ഫെയ്ത്ത് മാസ് ഫെയ്ത്ത്ഫുള്ള് തുടർന്നുകൊണ്ടേയിരിക്കും. അത് ഓർമ്മ തൊട്ട് ഓർമ്മ വരെയാണ് ആ കുർബാന. നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്കൊരു ഓർമ്മയുണ്ട്, നമ്മൾ കിടന്നുറങ്ങുമ്പോൾ ആ ഓർമ്മ അസ്തമിക്കുമ്പോൾ ഓർമ്മ തൊട്ട് ഓർമ്മ വരെയാണ് കുർബാന നിൽക്കുന്നത്. അവൻ്റെ ഓർമ്മയ്ക്കായി നമ്മൾ ചെയ്യണത്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രവർത്തികളിലൂടെയും വിശുദ്ധ പ്രവർത്തികളിലൂടെയും എല്ലാം ഈശോയുടെ നാമമഹത്വത്തിനായി ഇറങ്ങി പ്രവർത്തിക്കുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. ഒരുമിച്ച് പാടാം. നിന്റെ ശരീരം എനിക്കു നൽകായോ ആഴത്തിൽ സ്നേഹിച്ചു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആ കുടുംബത്തിലെല്ലാം ഒരു ദൈവസ്നേഹത്തിൻ്റെ അഭിഷേകം ഉണ്ടാകണം. അതാണ് നിങ്ങൾ എഫേസ്യസ് നമ്മൾ വായിച്ചത് 8:17 എന്താണ്? നിങ്ങൾ സ്നേഹത്തിൽ വേരുപാകി ആഴപ്പെടുവിൻ. അങ്ങനെ ആഴപ്പെട്ടാൽ എന്ത് സംഭവിക്കും? നിങ്ങൾ വീണ് പോവുകയില്ല. അതുപോലെ തന്നെ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ, കുടുംബത്തോടുള്ള ഉത്തരവാദിത്തമുണ്ട്, കുഞ്ഞുങ്ങളോടുള്ള ഉത്തരവാദിത്തമുണ്ട്. ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റണതും വീഴ്ച വരാതിരിക്കാനുള്ള ഒരു കാരണമാണ്. നിങ്ങളൊരു ഭാര്യയാണ്, നിങ്ങളുടെ ഭർത്താവാണ്, നിങ്ങളുടെ വിദ്യാർത്ഥിയാണ്, നിങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്.
പഠിക്കുക, നല്ലവണ്ണം മാർക്ക് വാങ്ങിക്കുക, മാതാപിതാക്കന്മാരുടെ ആ കുടുംബത്തിൻ്റെ ചൈതന്യത്തിൽ ജീവിക്കുക, പറ്റുന്ന പോലെയൊക്കെ പറ്റുന്നവർക്ക് ദൈവത്തിൻ്റെ നാമം അറിയിക്കാൻ വാക്കും പ്രവൃത്തിയും ഉപയോഗിക്കുക. അപ്പോൾ അതെല്ലാം ഒരു ദൈവ നിവേശിത പ്രവർത്തനങ്ങളാണിതെല്ലാം. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലൂടെ വളർന്നു വരുമ്പോൾ എന്താ പറ്റണത്? നമ്മൾ സ്നേഹത്തിൽ വേര് പാകുകയാണ്. സ്നേഹത്തിൽ വേര് പാകി വേരുകൾ ആഴപ്പെടുകയാണ് ചെയ്യണത്. അങ്ങനെ ഉത്തരവാദിത്തങ്ങൾ അല്ല പത്രോസ് പറയത്തില്ലേ, സകല ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റി പിടിച്ചു നിൽക്കുവേൻ, അപ്പോൾ നിങ്ങൾ വീണ് പോകത്തില്ല. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ മഹത്വം 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 മഹത്വം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന ആരാധന യേശുവേ ആരാധന 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 യേശുവേ ആരാധന. 2 പത്രോസ് 1:10. 2 പത്രോസ് 1:10. ആകയാൽ സഹോദരരെ നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിൽ കൂടുതൽ ഉത്സാഹമുള്ളവരായിരിക്കുവിൻ. ഇങ്ങനെ ചെയ്താൽ ഒരിക്കലും നിങ്ങൾ വീണു പോവുകയില്ല. അതായത് വിളിയും നമുക്ക് വിളിയുണ്ട്. നമ്മൾ വിശ്വാസത്തിലേക്ക് ഉടമ്പടി വഴി നിങ്ങൾ വിശ്വാസത്തിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുകയാണ്. ഇനി ഒരു തിരഞ്ഞെടുപ്പുണ്ട്. ഉടമ്പടി ഒരു തിരഞ്ഞെടുപ്പാണ്. കർത്താവുമായിട്ട് ഉടമ്പടി ജീവിതം നമ്മുടെ ഒരു തിരഞ്ഞെടുപ്പായിട്ടാണ് വരണത്. ഈ ഉടമ്പടിയുടെ തിരഞ്ഞെടുപ്പിൽ വിശ്വസ്തത കാണിച്ചുകൊണ്ട് നമ്മൾ പിടിച്ചു നിന്നാൽ എന്ത് പറ്റും? നമ്മൾ വീണ് പോകത്തില്ല. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഉടമ്പടിയെ ഒരു ദൈവവിളിയായി മനസ്സിലാക്കി ഒരു തിരഞ്ഞെടുപ്പായി മനസ്സിലാക്കി അനുഷ്ഠിച്ചുകൊണ്ട് അതനുസരിച്ച് ജീവിച്ചുകൊണ്ട് വീണു പോകാതിരിക്കാൻ എന്നെ പ്രത്യേകമായി അഭിഷേകം ചെയ്യണമേ. അപ്പൊ വീണു പോകാതിരിക്കാൻ എന്താ സംഭവിച്ചാൽ, വീണു പോകാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ വീണു പോകാത്തൊരാളിൻ്റെ മധ്യസ്ഥത്തിലാണ് ഈ ഉടമ്പടി ചെയ്തിരിക്കുന്നത്. മനസ്സിലായില്ലേ? സ്വന്തം മകൻ ഒരു കുറവിറച്ചിയായി തലക്ക് മുകളിൽ തൂങ്ങുമ്പോഴും അവൾ വീണു പോകാതെ നിൽക്കണം എന്നാണ് യോഹന്നാൻ പറയണത്. എന്താണ്? യേശുവിൻ്റെ അമ്മ പറഞ്ഞ്, യേശുവിന്റെ അമ്മ അവന്റെ കുരിശിന്റെ ചുവട്ടിൽ നിന്നിരുന്നു. എങ്ങനെ നിൽക്കണം? 3 മണിക്കൂർ നിൽക്കാൻ പറ്റുമോ അവിടെ? എന്ത് പരുവക്കേടായിട്ടാണ് വീട്ടിൽ നിന്ന് വന്നത്? വെളുപ്പാങ്കാലത്ത് ഇറങ്ങിയതാ, കുരിശും ചുവന്നുണ്ട്. ആ വെളുപ്പാങ്കാലത്ത് ഇറങ്ങിയ യാത്ര, 6 മണിക്ക് ഇറങ്ങിയ യാത്ര ശരിക്കും പറഞ്ഞാൽ ഗാൽവരിയിൽ വരുമ്പോൾ 12 മണിയായി. അപ്പോൾ എന്തൊരു താമസം പിടിച്ച്, എന്തൊരു വെയിൽ. ഒന്നാമത്തെ നിസാം മാസത്തിലെ വെയിൽ. ഞാൻ ആ നിസാം മാസത്തിൽ അവിടെ പോയ ആളാണ്. 43 ഡിഗ്രിയാണ് ഇസ്രയേലിൻ്റെ ചൂട്. ഈ ചൂടിൻ്റെ അകത്ത് തിളച്ച് ചോര ഒഴുകുമ്പോൾ വെറുതെ നിന്നാൽ പോലും നമ്മൾ പപ്പടമായി പോവും, മുരിഞ്ഞ പപ്പടമായി പോവും. ആ ഒരു അവസ്ഥയിൽ വന്ന് നിന്ന ആൾ എങ്ങനെയാണ് ക്രിസ്തുവിന് പോലും വെള്ളം കൊടുക്കാൻ പോയിട്ട് ആ മനുഷ്യന്മാർ കുടിപ്പിച്ചില്ല. അപ്പോൾ വെള്ളം കിട്ടാതെ ക്രിസ്തു മാത്രമല്ല അവിടെ നിന്നിരിക്കണത്, അമ്മ പോലും ഒരിറ്റ് വെള്ളം കിട്ടാതെ രാവിലെ 6 മണി തൊട്ട് 12 മണി വരെ നിന്ന ആൾ ക്രിസ്തുവിനെ അടക്കുമ്പോൾ 3 മണിയാകും. അപ്പം അത്രയും മണിക്കൂർ നിൽക്കുന്ന ആൾ എന്നിട്ടും വീണില്ലെന്നാണ് പറയണത്. ഉത്തരവാദിത്തമുള്ളവർ വീഴത്തില്ല, ഉത്തരവാദിത്ത ബോധമുള്ളവരും വീഴത്തില്ല. അതുകൊണ്ടാണ് ബൈബിൾ പറയണത് ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറയണത്. സകല ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റി. കാര്യം നമ്മളിപ്പോൾ ഞാനൊരു വൈദികനാണ്, ഞാൻ വൈദികൻ്റെ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായിട്ട് നിറവേറ്റിയാൽ എനിക്ക് വീഴ്ച വരത്തില്ല, തീർച്ചയായിട്ടും വീഴ്ച വരത്തില്ല. നിങ്ങളൊരു ഭാര്യയാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു അമ്മയാണ്, അത് നിങ്ങളുടെ ഭർത്താവാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ വിദ്യാർത്ഥിയാണ്. നിങ്ങൾക്ക് ആ ഉത്തരവാദിത്തം കൃത്യമായി നിറവേറ്റുകയാണെങ്കിൽ ആ ദൈവ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് എന്താണ്? ഉത്തരത്തിൻ്റെ വാദിയാണ് ഉത്തരവാദി. വാദിയും പ്രതിയുമില്ലേ? ഇല്ലേ? ഉത്തരവാദി
എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോടാണ് നമ്മൾ കടപ്പെട്ടിരിക്കുന്നത്, ഉത്തരം കടപ്പെട്ടിരിക്കുന്നത്. അതാണ് ഉത്തരവാദി എന്ന് പറയുന്നത്. അതായത് ഉത്തരം ആർക്ക് നമ്മൾ ബോധിപ്പിക്കണം. അപ്പോൾ നമ്മൾ ഉത്തരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉത്തരം പറയേണ്ട ആളായി മാറും. ഉത്തരം നമ്മൾ ആരോടാണ് പറയേണ്ടത്? ദൈവത്തോടാണ് ഉത്തരം പറയേണ്ടത്. ഉടമ്പടിക്ക് ഉത്തരം പറയേണ്ടത് ആരോടാണ്? ദൈവത്തോട്. അപ്പോൾ ഉത്തരവാദി ആരാ? നമ്മൾ. ഭാര്യയും ഭർത്താവിനെയും ഞങ്ങളെ കൊണ്ടുവന്ന് പള്ളിയിലെറിഞ്ഞ് പോസ്റ്റിന് താഴെ കല്യാണം കഴിക്കണത് ഒളിച്ചോടണമല്ല, മറിച്ച് കൗതാശികമായിട്ട് ദൈവത്തിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് അൾത്താറെ വിവാഹം കഴിക്കുന്നവർ ഓർക്കുക, നിങ്ങൾ ദൈവത്തോട് ഉത്തരവാദികളാണ്. മറ്റത് പിന്നെ ഉത്തരവാദിയൊന്നുമില്ല. കാര്യം ഈ ഭൂമിയിൽ കല്യാണം കഴിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. എന്താ കാര്യം? എടാ ദൈവപേടിയുള്ള ദൈവ പൈതൽ നിത്യതയ്ക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടവരാണ് കർത്താവിൻ്റെ നാമത്തിൽ വിവാഹം കഴിക്കണത്. അവർക്ക് വിവാഹം കഴിക്കണമെങ്കിൽ ചില ആൾക്കാർക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല. അവർ ലിവിങ് ടുഗദറാണ്, ഒരുമിച്ച് താമസമാണെന്നൊക്കെ പറയും. എന്നിട്ട് അവർ അബോർഷൻ ഗുളികയൊക്കെ ഉപയോഗിക്കും. അങ്ങനെ പല മനുഷ്യരും ഈ ഭൂമിയിൽ നിൽക്കും. അവർക്ക് നിത്യതയെക്കുറിച്ച് യാതൊരു ബോധവുമില്ല. നമുക്ക് ഈ ബോധത്തിൻ്റെ കൂടുതലാണ് നമുക്ക്. എന്താ കാര്യം? ഞാൻ പരിശുദ്ധമ്മ ദേവമാതാവിനെ കണ്ട ആളാണ്. അപ്പം നിത്യത എന്താണെന്ന് എനിക്കറിയാം. പക്ഷേ നിത്യതയായിട്ട് അടുക്കണമെങ്കിൽ കുറച്ച് പണിയുണ്ട്. എന്താ കാര്യം? കർത്താവിൻ്റെ കൽപ്പനകൾ പാലിക്കണം. അവൻ പറയണ പോലെ ജീവിക്കണം. അവൻ പറയണ പോലെ ജീവിക്കണം, അല്ല വഴിയെ നമുക്ക് തോന്നുന്ന പോലെ ജീവിക്കണമല്ല. നമുക്ക് തോന്നുന്ന പോലെ ഇപ്പോൾ ഒരു ഭർത്താവിനെ ഉപേക്ഷിച്ച്, രണ്ടാമത്തെ ഭർത്താവിനെ ഉപേക്ഷിച്ച്, മൂന്നാമത്തെ ഭാര്യയെ ഉപേക്ഷിച്ച് നമുക്കിങ്ങനെ എല്ലാ കുടിയിലും 5-6 മക്കളൊക്കെ ഉണ്ടാക്കി. അങ്ങനെ ഒന്നും സഭയിലില്ല, നിയമമില്ല. കർത്താവ് എന്താ പറയുന്നത്? അവരിരുവരും ഏക ശരീരമായി തീരും. എന്താ അപ്പം ഏക ശരീരമായി തീരുമെന്ന് പറയുമ്പോൾ ആ ദൈവ തിരുസന്നിധിയിലുള്ള ഒരു കവനൻ്റ് ഉടമ്പടിയാണ് ഇവിടെ നടക്കുന്നത്. ആ ഉടമ്പടിയിലുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ ഉടമ്പടിയുടെ കുഞ്ഞുങ്ങളാണ്. ആ ഉടമ്പടിയുടെ കുഞ്ഞുങ്ങളെ വേദപാഠം പഠിപ്പിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. എന്താ കാര്യം? നമ്മൾ പറഞ്ഞിട്ടുണ്ട് കർത്താവിനോട്, വിവാഹത്തിലുണ്ടാകുന്ന കുഞ്ഞുങ്ങളെ പുണ്യപൂർണ്ണമായി വളർത്തിക്കൊള്ളാവുന്ന. അപ്പോൾ ചില ഭർത്താക്കന്മാർ വന്നിട്ടും ചില ഭാര്യമാർ വന്നിട്ടും പറഞ്ഞു, എൻ്റെ അച്ഛാ ഇയാളൊന്ന് കുമ്പസാരിപ്പിക്ക്. ഇയാൾ എന്നോട് പറഞ്ഞത് കല്യാണത്തിന് പോലും കുമ്പസാരിച്ചിട്ടില്ലെന്നുള്ളതാണ്. കല്യാണത്തിന് പോലും കുമ്പസാരിക്കാത്ത കടവാമ്പോത്തിൻ്റെ കൂടെയാണ് നീ ജീവിക്കണത്. എൻ്റെ മകളെ, നീ കുറച്ച് വേർക്കേണ്ടി വരും. കാരണം കഴിഞ്ഞ ദിവസം ഞാൻ ഒരു കടവാമ്പോത്തിനെ കണ്ട്. ഞാൻ എറണാകുളത്ത് നിൽക്കുകയായിരുന്നു, ഞാനും നമ്മുടെ ഡ്രൈവർ മനോജും കൂടി. ഇപ്പം ഞങ്ങൾക്കൊരു ബുക്ക് സ്റ്റോള് ഒരു പുതിയ ബുക്ക് വന്നിട്ടുണ്ട്, അത് മേടിക്കണം. പക്ഷേ ഞങ്ങൾ ചെന്നപ്പോഴുണ്ട് ആ ബുക്ക് സ്റ്റോൾ അവിടെ ഇല്ല. എവിടെയാണെന്ന് അറിയാനും പാടില്ല. ഞങ്ങൾ ഊഹം വെച്ച സ്ഥലത്ത് ചെന്നപ്പോൾ അവിടെ ചെന്നപ്പോൾ ഓട്ടോ റിക്ഷ സ്റ്റാൻഡിലാണ്. അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ ഡ്രൈവർ ചോദിച്ചു, ഇന്ന ബുക്ക് സ്റ്റോൾ എവിടെയാണെന്ന് ചോദിച്ചു. ബുക്ക് സ്റ്റോളാ? അവിടെ നിന്നൊരു കണക്കിന് തടി കൂരിക്കൊണ്ട് പോകുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ മനോജ് പറയണം, അയാളുടെ കഴുത്തെ ഉടമ്പടി കാശും കിടപ്പുണ്ടായിരുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പെണ്ണുമ്പിള്ള പറ്റിച്ച പണിയാണെന്ന്. ഉടമ്പടിയിലെ നേർച്ച വസ്തുക്കളെല്ലാം പ്രയോഗവിധികളിലാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ അകത്ത് പ്രാർത്ഥനയുണ്ട്, നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളുണ്ട്. പിന്നെ എന്താണ്? പ്രഖ്യാപനമുണ്ട്. നമ്മൾ പത്രം കൊടുക്കത്തില്ലേ, അതെന്താണ്? പ്രഖ്യാപനമാണ്. നിങ്ങളിപ്പോൾ 18 പത്രമേ മേടിക്കുന്നുള്ളൂ. അമേരിക്കക്കാർ എന്നോട് ചോദിച്ചിരിക്കുന്നത് ഇപ്പോൾ അടുത്ത ധ്യാനം ചിക്കാഗോയിൽ നടത്താൻ പോണ ധ്യാനത്തിന് അവരെന്നോട് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ അതിൻ്റെ എന്താണ് PDF അയച്ചതാണ്, ഞങ്ങളിവിടെ പ്രിൻ്റ് ചെയ്ത് വിതരണം ചെയ്തോളാമെന്ന്. കഴിഞ്ഞ ധ്യാനത്തിന് അവരാണ്ട് 10,000 20,000 പത്രം മേടിച്ച് വിതരണം ചെയ്ത്, പത്രം അവിടെ തന്നെ അടിച്ച് വിതരണം ചെയ്ത്. അപ്പോൾ അവിടെ നിന്ന് ആൾക്കാർ അവിടെ കൊടുക്കണത് ആൾക്കാർ എന്ത് ഭക്തിയോടാണ്. അവിടെ ഇംഗ്ലീഷ് പത്രമാണ് കൃപാസനത്തിൻ്റെത്. ഇപ്പം അടുത്ത ധ്യാനത്തിന് അവർ കൊടുക്കുന്നുണ്ട്. വേറെയും ഗ്രൂപ്പുകൾ പത്രം PDF ചോദിച്ചിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളിൽ PDF പത്രം ചോദിച്ചാൽ ഞങ്ങൾ PDF അയച്ചു കൊടുക്കും. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സന്ദേശമാണത്. ആ മാതാവിൻ്റെ പ്രത്യക്ഷീകരണ സന്ദേശം അവർക്ക് അടിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ സന്ദേശം കൈമാറണം. എന്താ കാര്യം? സന്ദേശം ലളിതമായി കൈമാറണം. സന്ദേശം എന്താണ്? ദുരന്തമുണ്ടാകാൻ പോണ്, പ്രാർത്ഥിക്കണമെന്നാണ് അമ്മ പറഞ്ഞത്. അപ്പോൾ എന്തുമാത്രം ആൾക്കാർക്ക് ഈ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലോകം മുഴുവൻ പ്രാർത്ഥിക്കാൻ വേണ്ടി കൃപാസനത്തെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ? കൃപാസനത്തിൽ എല്ലാ മധ്യസ്ഥ പ്രാർത്ഥനക്കാരും അതേ ഉത്തരവാദിത്തമുള്ളതാണ്. ഉടമ്പടി എടുത്ത അമ്മയെ കൃപാസനത്തിൽ പ്രത്യക്ഷയുടെ പരിശുദ്ധ അമ്മയുമായി ഉടമ്പടി ജീവിതം നയിക്കുന്ന നിങ്ങളും അതിന് ബാധ്യസ്ഥരാണ്. എന്താണ്?
ദുരന്തമുണ്ടാകാൻ പോണ്, പ്രാർത്ഥിക്കണമെന്ന് പറയാൻ. നിങ്ങൾ പത്രം കൊണ്ട് കൊടുക്കുമ്പോൾ നിങ്ങൾ എന്താ പറഞ്ഞത്? അമ്മ കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട്, സിൽവർ ഗ്രേയിൽ പ്രത്യക്ഷപ്പെട്ട്, സമയഘടികാരത്തിൽ പ്രത്യക്ഷപ്പെട്ട് ദുരന്തമുണ്ടാകാൻ പ്രാർത്ഥിക്കണമെന്ന് പറയാൻ വേണ്ടിയാണ്. അമ്മ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ അടയാളമാണ് അവിടെ കാണുന്ന 100 കണക്കിന് സാക്ഷ്യങ്ങൾ. സാക്ഷ്യമെല്ലാം അമ്മയുടെ പ്രത്യക്ഷഗണത്തിൻ്റെ അടയാളമാണെങ്കിൽ അത് കൈമാറുന്ന നിങ്ങൾ അമ്മയുടെ പ്രത്യക്ഷഗണത്തിൻ്റെ സുവിശേഷ സാക്ഷികളാണ്. കൈയടിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. സ്നേഹത്തോടെ പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ ഞങ്ങളെ തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ. സഞ്ചാരി മാതാവേ, കൃപയുടെ കൂടാരമേ, സഞ്ചാരി മാതാവേ, കൃപയുടെ കൂടാരമേ, കൃപാസനത്തിൻ്റെ അമ്മേ, കൃപാസനത്തിൻ്റെ അമ്മേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവ് ഇന്ന് നൽകിയ വെളിപാടിൻ്റെ താഴേക്ക് വായിക്കുമ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രയോഗത്തെക്കുറിച്ചാണ്. പ്രയോഗത്തിന് മുമ്പ് ഈ പ്രയോഗം ഫലിക്കണം. ഈ ഉപ്പ് ഒരു പ്രയോഗമാണ്, ഉടമ്പടി കാശ്ചര്യവും ഒരു പ്രയോഗമാണ്. വിശ്വാസത്തിൻ്റെ ആവിഷ്കാരങ്ങളിൽ 1 പ്രാർത്ഥന, 2 പ്രഖ്യാപനം. പത്രം കൊടുക്കണത് എന്താണ്? പ്രഖ്യാപനമാണത്, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ പ്രഖ്യാപനമാണ്. 3 എന്താണ്? പ്രയോഗമാണ്. ഈ പ്രയോഗത്തിലാണ് നമ്മൾ ഉടമ്പടി കാശ്ചര്യം ഉള്ളത്. പിന്നെന്തുണ്ട്? ഉപ്പുണ്ട്. പിന്നെന്തുണ്ട്? ഉടമ്പടി തൈലമുണ്ട്. ഇതെല്ലാം പ്രയോഗത്തിലുള്ളതാണ്. അപ്പോൾ തന്നെ ആ ബ്ലാക്ക് മാസിൽ പെട്ടിരിക്കുന്ന സ്ത്രീയില്ലേ, ഇവരെ ഈ റോസിനെ പുറത്താക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നറിയാമോ? റോസി ഇല്ലാഞ്ഞ ഒരു സമയം കിട്ടിയപ്പോഴേ ആ പൊടിക്കുഞ്ഞ് മാലാഹക്കുഞ്ഞിൻ്റെ നെഞ്ചത്ത് കൊണ്ടുവന്ന് കൈ അമർത്തിക്കൊണ്ട് അതിനെ കൊല്ലാൻ വേണ്ടി കൈ അമർത്തി പിടിച്ചത്. പെട്ടെന്നാണ് കൊച്ചിൻ്റെ ഞരക്കം കേട്ട് ഇവൾ ഓടി വന്നത്. ഓടി വന്നതോടുകൂടി കൊച്ച് മരിക്കണ കണ്ടീഷനായി. അപ്പോൾ ഇവൾ ഓടിക്കളഞ്ഞ് അവിടെ ഇത് ചെയ്തിരുന്ന ആൾ കൊച്ചിനെ കൊല്ലാൻ നോക്കിയതാണ്. നോക്കിയേ എന്ത് കുരിശാണെന്ന് നോക്കിയേ. ഉടനെ റോസി ഇതിനെയും കൊണ്ട് ആശുപത്രി പോയി. അവരുടെ കൂടെ അറബികളല്ലേ, കുവൈറ്റികൾ, അവരുടെ ആശുപത്രി പോയി. ആശുപത്രി പോയപ്പോൾ തന്നെ ഈ കൊച്ചിൻ്റെ ഈ മരണവിപ്രാളത്തിൽ കിടക്കുന്ന കൊച്ചല്ലേ, കൊച്ചിന് ഇവളെ തന്നെ ഇപ്പം ഇവർ നോട്ട വിട്ടു. മറ്റവളെ കണ്ടില്ലല്ല, ഇവളെ നോട്ട വിട്ട കുവൈറ്റികൾ. കാര്യം ഇവളാണല്ലോ കൊച്ചിനിങ്ങനെ ശ്രദ്ധിക്കാതെ ഇവിടെ ഇല്ലാഞ്ഞല്ലേ ഇവിടെ. അതോടുകൂടി കൊച്ചിന് നീർക്കെട്ടലായി, പതിരക്ക് നീര് വന്ന് ആശുപത്രി കിടന്ന്. അപ്പോൾ കൊച്ചിന് എന്തെങ്കിലും സംഭവിച്ചാൽ റോസിനെ അവർ ജയിലിലാക്കും. അപ്പോൾ റോസി എന്നാ ചെയ്യുന്നറിയാവോ? റോസി ഈ അറബിയും അവിടുത്തെ ഡോക്ടറും മാറിയപ്പോൾ ആശുപത്രി ചെന്നിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി ഉടമ്പടി തൈലമെടുത്ത് ഈ മരിക്കാൻ പോണ കൊച്ചിൻ്റെ നെഞ്ചിൽ കുരിശിട്ട്. അതാണ് പ്രയോഗം എന്ന് പറഞ്ഞാൽ. അതാണ് പിറ്റേ ദിവസം കൊച്ചിനെ ഡിസ്ചാർജ് ചെയ്ത്. അതാണ് പ്രയോഗം. ഈ പ്രയോഗം എന്ന് പറയാൻ കാരണം എന്തുകൊണ്ടാണ് ഈ പ്രയോഗം പെട്ടെന്ന് ഏറ്റത്? റോസിക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും ഇപ്പോൾ ബ്ലാക്ക് മാസുകാരുടെ അകത്ത് കിടക്കുകയല്ലേ, ഇവളെ കൊല്ലാൻ വേണ്ടി അവർ നോക്കുകയാണ്, ചടിക്കാൻ വേണ്ടി. അപ്പോൾ ഇവൾക്ക് പ്രത്യക്ഷീണ പ്രാർത്ഥനയാണ് ആകപ്പാടെ പിടിവള്ളി. ഇവൾ രാത്രി അവരുടെ ഈ ബ്ലാക്ക് മാസുകാരുടെ അപ്പുറത്ത് ഇവരുടെ ജോലി, അവരുടെ കുലുഷിത പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ ഇവൾ എവിടെ ഇരുന്നുകൊണ്ട് പ്രത്യക്ഷീണ പ്രാർത്ഥന ചെല്ലും. അപ്പോൾ ഈ സാധനം ഒന്നും അവിടെ പരിക്കത്തില്ല. അതുകൊണ്ടാണ് ഇവർ തമ്മിൽ ഫൈറ്റിംഗ് വരണത്. അതാണ് ഇവളെ ചാടിക്കാൻ വേണ്ടി പണിയെല്ലാം ചെയ്യണത്. അവസാനം ബാത്റൂമിൽ കുപ്പിച്ചല്ലേ, കിടക്കാൻ പറ്റണില്ല. അവിടെ നായ്ക്കണ്ണ പൊടിയും ബ്ലീച്ചിങ് പൗഡറൊക്കെ ഇടും. അങ്ങനെ ഈ കൊച്ചിനെ ഉപദ്രവിക്കും. അങ്ങനെ അവസാനം അമ്മ അവളോട് പറഞ്ഞു, നീ ഇവിടുന്ന് പോവുകയാണ് നിനക്ക് നല്ലതെന്ന് പറയാൻ. സ്വസ്ഥമായിട്ട് നിനക്ക് ബാത്റൂമിൽ പോകാൻ പറ്റണില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റണില്ല, ഉറങ്ങാൻ പറ്റണില്ല. ഉറങ്ങിക്കഴിയുമ്പോൾ ഇവർ വന്ന് വെച്ച് ഇവിടെ തലയെടുത്ത് ഭിത്തിട്ടിടിക്കും. എന്തൊരു കഷ്ടമാണെന്ന് ചോദിക്കേ. ഇതൊന്നും പറഞ്ഞാൽ കുവൈറ്റികൾ അംഗീകരിക്കത്തില്ല. കാര്യം ആ വേലക്കാർ പണ്ട് മുതലേ അവിടെ ഉള്ളതാണ്. അവർ നല്ലവരാണ്, നിൻ്റെ കള്ളത്തരവാണി പറയണമെന്നാണ് വീട്ടുകാർ വിചാരിക്കണത്. വീട്ടുകാർ ഇങ്ങനെ തള്ളിപ്പറഞ്ഞ കാരണം റോസി പറയും, അമ്മേ എന്നെ ഇവിടുന്ന് കൊണ്ടുപോകും. പക്ഷേ പാസ്പോർട്ട് നമ്മുടെ കയ്യിലില്ലല്ല, പാസ്പോർട്ട് അവരുടെ കയ്യിലല്ലേ, വീട്ടുകാരുടെ കയ്യിലല്ലേ.
അപ്പോൾ റോസി പറയും എൻ്റെ ജീവനെ ഇവിടെ കിടന്നാൽ പോകും, അതുകൊണ്ട് നിങ്ങൾ എൻ്റെ പാസ്പോർട്ട് തരാൻ പറയും. അപ്പോൾ ഉടനെ കുവൈറ്റുകൾ പറയും പാസ്പോർട്ടൊക്കെ തരാം, പക്ഷേ 2 ലക്ഷം രൂപ ഏജൻറ്റ് വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ട് നിന്നെ കൊണ്ടുവന്നതിന്, ആ കാശ് നീ എൻ്റെ മേശപ്പുറത്ത് വെച്ചാൽ പാസ്പോർട്ട് തരാമെന്ന് പറയും. അപ്പോൾ റോസി പറയും 20,000 രൂപ പോലും എൻ്റെ കയ്യിലില്ല, കാരണം ഞാൻ പിന്നെ എങ്ങനെ നിൽക്കണതെന്ന് പറയും. ഉടനെ പറയും എന്നാ ഇവർക്ക് ശല്യമായപ്പോൾ പറയും ഇവളെ ജയിലിലാക്കാൻ നോക്കി, പറഞ്ഞ് നിൻ്റെ കെട്ടിക്കിടക്കൊക്കെ എടുക്കാൻ പറയും. അവരെന്നെ എല്ലാം എടുത്ത് നോക്കിയപ്പോൾ ഉണ്ട് ഉടമ്പടി ഉപ്പിരിക്കണം. അപ്പോൾ അവർ പറയും ഇത് എന്താണ് സൾഫർ എന്താണ് ഒരു സാധനം ഉണ്ടല്ലോ ബ്ലാക്ക് ഷുഗറാണ്, മയക്കുമരുന്നാണെന്ന് പറയും, ഇത് മയക്കുമരുന്നാണെന്ന് പറയും. അപ്പോൾ ഉടനെ ഇവളെയും വിളിച്ചുകൊണ്ട് ഈ ഉടമ്പടി ഉപ്പുമായിട്ട് പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോകും. അപ്പോൾ ഇവർക്ക് പേടിയാണ്. ഇവളിരുന്നുകൊണ്ട് പ്രത്യക്ഷ പ്രാർത്ഥന, അമ്മ മാത്രം, എനിക്ക് ആരെയും പരിചയമില്ല രാജ്യത്ത്, അമ്മ മാത്രമേ എനിക്ക് പരിചയമുള്ളൂ, ഞാനിപ്പോൾ അകത്താകാൻ പോവുകയാണ്, കാര്യം ഇവർ പിടിച്ചു കൊണ്ടുപോവുകയാണ് എന്നെ. കാര്യം അവിടെ ചെന്നപ്പോൾ നാട്ടുകാർ അവരെ പൗരന്മാരല്ലേ അവിടുത്തെ പോലീസുകാർ, അപ്പോൾ പരിചയക്കാർ അവർ തന്നെ, ഇവർ പറയണമെന്നും അംഗീകരിക്കാതെ ഇവർക്ക് ഭാഷയാത്രക്കാർക്ക് പറഞ്ഞ് പിടിപ്പിക്കാനും അറിയത്തില്ല. അങ്ങനെ ഇവളെ കുഴഞ്ഞു നിൽക്കുന്ന സമയത്ത് ഇവളെ പോലീസ് സ്റ്റേഷനിൽ കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു പോലീസുകാരൻ വന്നിട്ട് ഇവിടെ മുമ്പിൽ നോക്കി ചിരിക്കണത്. അപ്പോൾ ഒരു പരിചയമില്ല, അവിടുത്തെ കുവൈറ്റി പോലീസുകാരനാണ്. അമ്മ ഈ സമയത്തിനുള്ളിൽ അയാളെ ചേഞ്ച് ചെയ്ത് കളഞ്ഞേ ആ പോലീസുകാരനാണ്. കാരണം ഇവൾ പറയണത് ഞാൻ ഏതാണ്ട് വർഷങ്ങളോട് കണ്ട പരിചയമാണ് ആ പോലീസുകാരൻ എന്നോട് കാണിക്കണത്. എന്നോട് എന്താ പ്രശ്നം ചോദിക്കും, എന്നോടാ ചോദിച്ചത് എന്താ പ്രശ്നമെന്ന്. അപ്പോൾ എന്നെ പ്രതിയാക്കി അകത്ത് കളയാൻ വേണ്ടി കൊണ്ടുവന്ന അറബി പറയും ഇവൾ കള്ളിയാണ്, ഇവൾ കേരളത്തിൽ നിന്ന് ബ്ലാക്ക് ഷുഗർ കൊണ്ടുവന്നിരിക്കുകയാണ്, മയക്കുമരുന്ന് വ്യാപാരിയാണെന്ന് പറയും. ഉടനെ ഇവൾ പറയും ഇതൊരു ബ്ലസ്, അപ്പോൾ ഉടനെ ഇവളോട് പറയും നോ ഇതൊരു ഇങ്ങനെയുള്ള സംഭവമൊന്നുമല്ല, ഇത് ബ്ലസ്സഡ് സാൾട്ടാണെന്ന് പറയും. ഉടനെ ആ പോലീസുകാരൻ എന്ത് ചെയ്യുന്നറിയാവോ, ഈ ഉടമ്പടി ഉപ്പെടുത്തിട്ട് നാക്കിൽ വെക്കും. അത് പറയും നോ ഇറ്റ് ഈസ് ജെനുവിൻ, ഇറ്റ് ഈസ് ബ്ലെസ്സിങ്സ്. അത് നമ്മുടെ യൂട്യൂബെല്ലാം കാണിക്കും. എന്ന് പറയും നിങ്ങളുടെ ഭാഷ തർജ്ജമ ചെയ്തെടുക്കാൻ പറയും. അപ്പോൾ അയാളത് തർജ്ജമ ചെയ്തെടുക്കുമ്പോൾ പറയും ഇത് ബ്ലെസ്സഡ് സാൾട്ടാണെന്ന് പറയും. അപ്പോൾ ഉടനെ ഈ പോലീസുകാരൻ, അറബി പോലീസുകാരൻ തന്നെ ഇവരോട് പറയും, കുവൈറ്റിയോട് പറയും നീ ഒന്ന് കഴിച്ചു നോക്കിക്കെന്ന് പറയും. നിനക്ക് സംശയമുണ്ട്, ഞാൻ കഴിച്ചില്ല, അതുപോലെ നീ ഇത്തിരി ഉടമ്പടി ഉപ്പ് കഴിച്ചതെന്ന് പറഞ്ഞിട്ട് ഈ വാദി പ്രതികാരം കണ്ടില്ലേ, ഈ ഉപ്പ് ആ പോലീസുകാരൻ ആ വീട്ടുകാരനെ കൊണ്ട് തീറ്റിക്കും. വീട്ടുകാരൻ്റെ ഇവളെ മരിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്ന അറബിയുടെ നാക്കിൽ ഉടമ്പടിത്ത് ഉപ്പ് വീഴ് കഴിയുമ്പോൾ അറബി ഉടനെ ശാന്തനാകും. എന്ത് നല്ല രസമാണ് അമ്മയുടെ കാര്യമൊക്കെ ഓർത്തു കഴിഞ്ഞാൽ. അറബി അത്രയും നേരം ഇങ്ങനെ ഭർത്താവ് മുണ്ടിയെ പോലെ ഇവിടെ അകത്താക്കാൻ വേണ്ടി പോയ അറബി ആ പടം ഒരു സൗമ്യനുമാകും. അപ്പോൾ പോലീസുകാരൻ പറയും ഇനി ഇവിടെ നിർത്തിയിട്ട് കാര്യമില്ല, നിങ്ങളല്ല പ്രതി, നിങ്ങളുടെ വീട്ടിലെ വേലക്കാരാണ് ഇവളെ കൊല്ലാൻ പോണത് നിൽക്കുന്നത്, അതുകൊണ്ട് ഇവളെ കയറ്റി വിടാൻ പറയും. ഉടനെ കയറ്റി വിടാൻ പറയുമ്പോൾ ഇവളുടെ കയ്യിൽ പൈസ ഒന്നുമില്ല, 25 രൂപ വേണം, 25,000 രൂപ നിങ്ങൾ തന്നെ കൊടുക്കാൻ പറയും. അപ്പോൾ ഈ അറബി ഭയങ്കര തുപ്പൽ കുടിയനാണ്, പിശുക്കനാണ്, വിടത്തില്ല. അപ്പോൾ അയാളുടെ ലക്ഷണം മാറും. 5 പൈസ കൊടുക്കത്തില്ലേ ഇവളെ പ്രതി ഒത്തിരി കാശ് ഞങ്ങൾ ഏജൻറ്റും കൊടുത്തിട്ടുണ്ട്, ഇവർക്ക് ശമ്പളം കൊടുത്തിട്ടുണ്ട്, ഇത് ഞങ്ങൾ എന്ത് കൊടുക്കണമെന്നാണ് പറയുന്നത്, ഇവിടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് കഴിഞ്ഞിട്ടില്ല, ഇവിടെ കാലാവധി പൂർത്തിയാക്കണമെങ്കിൽ പോയി കഴിഞ്ഞാൽ ആ കാശ് ഞാൻ കൊടുക്കത്തില്ലെന്ന് പറയും. അപ്പോൾ പോലീസുകാരൻ ലക്ഷണം മാറും, നിങ്ങളാണ് കൊടുക്കേണ്ടത്, നിങ്ങളുടെ വീട്ടിൽ വന്നപ്പോഴല്ലേ ഇത്രയും പ്രശ്നം ഉണ്ടായിരിക്കണത് എന്ന് പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവൾ പറയും അമ്മ അവിടെ നിന്നുകൊണ്ട് പ്രത്യക്ഷ പ്രാർത്ഥനയില്ലും, അമ്മേ നോക്കണേ അമ്മേ എനിക്ക് കാശ് കിട്ടണേ അല്ലെങ്കിൽ പോകാൻ മാർഗ്ഗമില്ലെന്ന് പറയുമ്പോൾ പോലീസുകാരൻ രൂക്ഷമായിട്ട് ഈ അറബിയോട് സംസാരിക്കും. ഇപ്പോൾ ഒരു ഫ്ലൈറ്റ് ഉണ്ട് കുവൈറ്റിൽ നിന്ന് ഇന്ത്യയിലേക്ക്, ഇപ്പം തന്നെ അവളെ കയറ്റി 1 മണിക്കൂറുണ്ട്, ഇപ്പം തന്നെ ഓൺലൈൻ ടിക്കറ്റ് എടുത്ത് കൊടുത്തേ അല്ലെങ്കിൽ വിഷം മാറും, അല്ലെങ്കിൽ കേസ് മാറും, നിയമം മാറും എന്നൊക്കെ പറയുമ്പോൾ ഉടനെ അറബി വീഴും. ഉടനെ തന്നെ ആ കിട്ടിയ സമയത്ത് തന്നെ ടിക്കറ്റ് എടുത്ത് കൊടുത്ത് അവളെ ഇങ്ങോട്ട് പാക്ക് ചെയ്യും. അത് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലേക്ക് പോരും. എന്ത് രസകരമാണ് ഈ സാക്ഷ്യത്തിൻ്റെ പോക്ക്. എന്തുകൊണ്ടാണ് ഇത്രയും കൃത്യമായിട്ട് ഈ ഉടമ്പടിയുടെ ഉപ്പ് കവനൻ്റ് ഓഫ് സാൾട്ട് ഓഫ് ദി കവനൻ്റ് എന്തുകൊണ്ടാണ് ഇത്രയും വിജയിക്കണത്? ഏത് പാരാത്രി ആണെങ്കിലും ഉടമ്പടി തന്നെയാണ് അവൾ ജീവിക്കണത്. അതാണ് വിഷയം. ഉടമ്പടി തന്നെയാണ് ജീവിക്കുന്നത്. നമ്മളുടെ ഉടമ്പടിയുടെ എല്ലാം വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളെ നമ്മൾക്ക് അത് തന്നെ നമുക്ക് അതിൻ്റെ പവർ റിലീസ് ചെയ്ത് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനോട് വിശ്വസ്തത പാലിക്കണം. ഉടമ്പടിയിലെ തൈലത്തിനും അപ്പോൾ ഞാൻ പണ്ട് പറയുമായിരുന്നു, എന്നിട്ട് ഒരു ചാനലുകാരൻ നമുക്ക് നെഗറ്റീവായിട്ട് സാധനം ഇട്ടിട്ടുണ്ട്. അതായത് ഇവിടെ ഈ ഉടമ്പടി ഉപ്പിനെക്കുറിച്ച് എനിക്കറിയത്തില്ലായിരുന്നു, സത്യം പറഞ്ഞാൽ. ഉടമ്പടി കാശ്മീരത്തെക്കുറിച്ച് എനിക്കറിയത്തില്ലായിരുന്നു, ഉടമ്പടി തൈലത്തെക്കുറിച്ച് അറിയത്തില്ലായിരുന്നു. ഇതെല്ലാം എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു 12 മണിക്കൂർ സമയമുണ്ട്.
ഈ 12 മണിക്കൂറിനുള്ളിൽ പുസ്തകം 75 പേജാണ് ഞാൻ എഴുതുന്നത്. തൈക്കാട്ടുശ്ശേരി ഇരുന്നുകൊണ്ട് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് എഴുതുകയാണ്. കർത്താവ് എനിക്കിങ്ങനെ ആശയങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നു. അതെല്ലാം പിന്നീട് അപ്പോൾ എഴുതുന്ന സമയത്ത് ഇതെല്ലാം വരുന്നതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് പിന്നീട് പഠിച്ചു നോക്കുമ്പോഴാണ് ഈ ഉടമ്പടി ഉപ്പെന്ന് പറയുന്ന ഉടമ്പടിയുടേതാണെന്നൊക്കെ പിന്നെയാണ് നമുക്ക് അറിയണത്. ഉപ്പെന്ന് പറഞ്ഞ ഉടമ്പടിയുടേതാണെന്ന് ഈശോ പറയുന്നുണ്ട്. പക്ഷേ എൻ്റെ റെഫറൻസ് ഒന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. അതേസമയം തന്നെ ഉടമ്പടി തേനെന്നാണ് ആദ്യം എഴുതിയത്. തേനെന്ന് എഴുതിയപ്പോൾ തന്നെ കൃപാസനത്തിൽ പ്രശ്നമുണ്ടായി. തേന് വിൽക്കുന്ന ആൾക്കാർ വന്ന് ഇവിടെ തോന്നിവാസം പറഞ്ഞ് അവരെന്നോട് പറഞ്ഞ് തേന് വിൽക്കുന്ന ആൾക്കാർ തോന്നിവാസം പറയുന്നുണ്ട്, തേന് നിറക്കാൻ കണ്ടിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ് അത് പരിശുദ്ധമ്മയുടെ ഇടപെടലാണ്. ഞാനിവിടെ തേന് എൻ്റെ അടുത്ത് ഉടമ്പടിയുടെ ഭാഗം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തേൻ ഉടമ്പടിയുടെ ഭാഗമല്ല. അത് അപ്പോഴാണ് എൻ്റെ മനസ്സിൽ പരിശുദ്ധാത്മാവ് പറഞ്ഞത്, ഉടമ്പടി തൈലമുണ്ട്, ഒലിവ് ഓയിലാണ് ഉടമ്പടിയുടെ ഭാഗം. നോക്കിയേ, ദൈവം തിരുത്തുന്ന രീതി കണ്ടില്ലേ? ദൈവം ആരും വഴി നമുക്ക് തിരുത്താൻ പറ്റും നമ്മളാ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം തിരുത്താൻ പെട്ടെന്ന് വെച്ചാൽ അത് ഉടമ്പടി തേനിനെ മാറ്റി തൈലമാക്കിയത് പരിശുദ്ധമ്മ നേരിട്ടാണ് ആക്കിയിരിക്കണത്. അതുകൊണ്ടാണ് ആ അറബിയുടെ ആ കുഞ്ഞ് മരിക്കാൻ പോകുമ്പോൾ അതിൻ്റെ നെഞ്ചത്ത് ഉടമ്പടി തൈലം പൂശുമ്പോൾ അത് ജീവനിലോട്ട് വന്നിട്ട് ഇവളുടെ ജീവിതം തന്നെ രക്ഷപ്പെട്ടു വരണത് അങ്ങനെയാണ്. അതായത് പക്ഷേ ഇതെല്ലാം ഉപയോഗിക്കുമ്പോൾ ഇതിനെല്ലാം പ്രയോഗം എന്നാണ് പറയണത്. പ്രയോഗിക്കുന്നവർ ചെയ്യേണ്ടത് നിങ്ങളെ നിങ്ങളെ ഉടമ്പടി വിശ്വസ്തത പാലിച്ച് ഉടമ്പടിയുടെ ക്ലാസ്സെല്ലാം അറ്റൻഡ് ചെയ്ത് കേട്ടില്ലെങ്കിൽ വീണ്ടും വീണ്ടും കേട്ട് നോക്കി കൃത്യമായിട്ട് ചെയ്ത് ദൈവത്തോട് വിശ്വസ്ത പാലിച്ചാൽ ആർക്ക് ഏത് ബ്ലാക്ക് മാസുകാരനല്ല, കൂടോത്രക്കാരനല്ല, തോന്നിയവാസി ആയാലും ശരി, നിങ്ങൾ ഏത് നരകത്തിൽ പോയി താമസിച്ചാലും ഏത് മുറുക്കുപാമ്പിൻ്റെ ഉള്ളിലാണെങ്കിലും ദൈവം നിങ്ങളെ സഹായിക്കും. എന്താ കാര്യം? ക്രിസ്തു സകലതും ദൈവം സമസ്തവും ഈ ലോകത്തുള്ള പിശാചിന് ഉൾപ്പെടെ അവൻ്റെ പാദത്തിൻ്റെ പീഠത്തിൻ്റെ കീഴിലാക്കിയിട്ടുണ്ടെങ്കിൽ അവനെ പ്രസവിച്ച മറിയത്തോടാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത്? അവൻ നിൻ്റെ തല തകർക്കും. പിശാചിനോട് നിന്നിൽ നിന്ന് ജനിക്കാൻ പോകുന്നവൻ നിൻ്റെ തല തകർക്കും. അപ്പം ക്രിസ്തുവിനെ എല്ലാ പൈശാചിക തലകളെ തകർക്കുന്ന ക്രിസ്തുവിനെ പ്രസവിച്ച ആള് ആ പവറിലാണ് അവളുടെ മധ്യസ്ഥത്തിലും ഈശ്വരൻ്റെ നാമത്തിലുമാണ് ഈ ഉടമ്പടി ചെയ്യുന്ന ആൾക്കാർക്ക് നേർച്ച വസ്തുക്കളെ വെഞ്ചരിച്ച് തന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ വിശുദ്ധിയോടെ ഉപയോഗിക്കാനും പ്രാർത്ഥനയിൽ ഇത് ആവശ്യമില്ലാതെ ആർക്കും അയച്ചു കൊടുക്കുകയോ കൈമാറുകയോ ഒന്നും ചെയ്യരുത്. ഉടമ്പടി ആര് ചെയ്യുന്നു, ഉടമ്പടി ആരാണ് നിർവഹിക്കുന്നത് അയാൾക്ക് പോയി ചെയ്യാം, അല്ലാതെ നിങ്ങൾ കൊടുക്കരുത്. മക്കൾക്കൊക്കെ ചില വിഡ്ഢി അമ്മമാരുണ്ട്. ഞാൻ പറയാം അതൊക്കെ കൂതറ പാർട്ടിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കൾക്ക് അവർ ഉടമ്പടി ചെയ്ത് വെച്ച് കാശ് രൂപ മക്കൾക്ക് കൊടുക്കും. അതങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അത് നിങ്ങളും ദൈവം ഉടമ്പടി ചെയ്ത നിങ്ങളും ദൈവവും തമ്മിലുള്ള ബന്ധത്തിൻ്റെ പേരിലാണ്. ആ മക്കളാണെങ്കിൽ അത് കൊണ്ടിട്ട് ഉടമ്പടിയിലല്ല ജീവിക്കണത്, അവർ തോന്നിയവാസത്തിലാണ് ജീവിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുത്തത് തിരിച്ചു കടിക്കും. നിങ്ങളെ വിശുദ്ധിയില്ലാത്ത മക്കൾക്കും തോന്നിയവാസിയായിട്ടുള്ള മക്കൾക്കുമാണ് നിങ്ങൾ ഉടമ്പടി കാശുരൂപം കൊടുത്തിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഓരോ കാനഡയിലേക്ക് അമേരിക്കയിലൊക്കെ പോകുമ്പോൾ നിലയം പിടിച്ചുകൊണ്ട് കാശുരൂപം കൊടുക്കണില്ലേ? അവിടെ പോയിട്ട് എന്തെങ്ങനെ ജീവിക്കണമെങ്കിൽ അറിയാവോ? അറിയത്തില്ല. അവർ ദൈവത്തെ മറന്ന് പ്രാർത്ഥനയുമില്ല, കുർബാനയുമില്ല, കുമ്പസാരമില്ല ജീവിക്കുന്ന ആൾക്കാർക്കാണ് നിങ്ങളെ വിശുദ്ധ വസ്തു കൈമാറിയെങ്കിൽ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ വസ്തുക്കൾ പന്നികളുടെ മുമ്പിൽ വിതറരുതെന്ന്. കാര്യം അത് നിങ്ങളെ വിശുദ്ധ വസ്തുക്കളാണത്. അത് വിശുദ്ധന്മാരോടുള്ള ആൾക്കാർ ഉപയോഗിക്കേണ്ടതാണ്. ഉടമ്പടിയുടെ വിശുദ്ധി കീപ്പ് ചെയ്തുകൊണ്ട്, വിശുദ്ധി കീപ്പ് ചെയ്യണമെന്ന് നിസ്സാരമായ കാര്യമാണ്, അല്ല ആനക്കാര്യമല്ല. നിങ്ങളുടെ പിശാസാണ് പറഞ്ഞത് വിശുദ്ധിയോടെ ജീവിക്കാൻ പാടാണെന്ന്. ദൈവം പറഞ്ഞിട്ടില്ല. ഈസിയാണ് വിശുദ്ധിയോടെ ജീവിക്കാൻ വേണ്ടി. അത് ഒരു ജന്മം മുഴുവൻ സെലിബ്രേറ്റായിട്ട് ഞങ്ങൾ ജീവിക്കാൻ ഇവിടെ കർത്താവിന് വേണ്ടി. നാളെ ചിലപ്പോൾ ഇങ്ങനെ ഒരു സമൂഹം ചിലപ്പോൾ ഉണ്ടായില്ലെന്ന് വരും. പക്ഷേ അതേസമയം തന്നെ ഉള്ളിടത്തോളം കാലം വിശ്വസ്തയോടെ ജീവിക്കാൻ കഴിയുമെന്ന് ലോകത്തെ പഠിപ്പിച്ച ഒരു വെല്ലുവിളിയാണ് ഈ പൗരോഹിത്യമൊക്കെ ഏറ്റെടുത്തിരിക്കുന്നത്. അതുപോലെ സമർപ്പിതരും. നിങ്ങളുടെ മക്കളെ നിങ്ങൾ വൈദികരാക്കാനും നിങ്ങളുടെ മക്കളെ നിങ്ങൾ സന്യസ്തരാക്കാനും നിങ്ങൾ തീരുമാനിച്ചാൽ ആ തീരുമാനം കൊണ്ട് തന്നെ നിങ്ങൾ ദൈവത്തിൻ്റെ സ്വന്തം മക്കളും. അതുപോലെ ഒരു കാര്യം ഓർക്കുക, ഏത് സ്പേസിൽ പോയാലും ഒരു കാലത്ത് ഭൂമിയിലോട്ട് ഇറങ്ങി വരേണ്ടി വരും. ഓർത്തേക്കണം. നിങ്ങൾ എത്ര വലുതായാലും നിലത്ത് ഉയർന്നാലും അവസാനം എല്ലാ പക്ഷികളും നിലത്തിറങ്ങാത്ത എത്ര ഉയർത്തി പഠിക്കണ കഴുകനാണെങ്കിൽ പോലും ഒരു സമയത്ത് നിലത്തിറങ്ങേണ്ടി വരും. അതുകൊണ്ട് എന്തെല്ലാം നമ്മൾ നേടിയാലും
ഒരു നിമിഷം നമ്മൾ നിലത്തിറങ്ങി നോക്കുമ്പോൾ നമ്മൾ നിലത്തിലോട്ട് ഇറങ്ങിപ്പോകുന്ന സമയത്തില്ലേ, 6-7 മണിലേക്ക് മറഞ്ഞു പോകുന്ന സമയത്തില്ലേ, അന്ന് നീ നേടിയത് ദൈവത്തിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഔന്നത്യം പ്രാപിക്കാൻ വേണ്ടി നേടിയ മനുഷ്യർക്കൊക്കെ അവസാനം അവരുടെ വിൽപ്പത്തത്തിലും അവരുടെ അധികാരപത്രത്തിലും കണ്ണുനീര് മാത്രമായിരിക്കും അവകാശമെന്ന് ഇപ്പോഴും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാനല്ല, എന്നിലൂടെ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവ്. കൈയടിക്കട്ടെ ശ്രുതികളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ ജീവിതയാത്രകളെ ക്രമീകരിക്കുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. ദൈവത്തെ നീ ആശ്രയിച്ച രക്ഷണേടും ഈ ലോകത്തിൽ ധന്യമാകും നിന്റെ ജീവിതം. ദൈവം ദിവ്യ സ്നേഹം പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ലോകം നമ്മളെ എന്തുമാത്രം മലീമസമാക്കാം, എന്തുമാത്രം കേലസാക്കാം, അങ്ങനെ ഒത്തിരിയേറെ നടപടിക്രമങ്ങളുമാണ് ലോകം കുതിക്കുന്നത്. പുതിയ പ്രലോഭനങ്ങളും പുതിയ തരത്തിൽ ദൈവത്തിൽ നിന്ന് അകന്നു പോകാനുള്ള വെല്ലുവിളികൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ആഹ്ലാദിച്ചുല്ലസിക്കണം. എന്താ കാര്യം? ഇത്രയും വെല്ലുവിളി ഉണ്ടെങ്കിൽ അതിലംഘിക്കുന്ന അഭിഷേകമാണ് നമുക്ക് തരാൻ പോണത്. ലോകത്തിൽ എന്തുമാത്രം വിശുദ്ധിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യ നീ കേൾക്കണം. എന്താ കാര്യം? ഈ ലോകത്ത് വിശ്വാസം ജീവിക്കാനും വിശുദ്ധിയോടെ ജീവിക്കാനും എന്തുമാത്രം വെല്ലുവിളികൾ ഉയർന്നുയർന്നു വരുന്നുവോ, ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് അതിനേക്കാൾ അധികമായിട്ടാണ് അഭിഷേകം കണ്ട് ദൈവം തരണത്. ഞാൻ ഈ ദിവസങ്ങളിൽ ദമ്പതികളെ കണ്ടു. അവരെന്നെ കാണാൻ വന്നതാണ്. അവരെ കാണാൻ വന്നത് അവർക്ക് ഞാൻ പ്രൈവറ്റ് ഓഡിയൻസ് കൊടുത്തു. അതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഹുസൈനിൽ ധ്യാനിപ്പിക്കുമ്പോൾ 75 കിലോമീറ്റർ അകലെ നിന്ന് ഇവരെനിക്ക് എല്ലാ ദിവസവും ഉച്ചക്ക് ഭക്ഷണം കൊണ്ടു തരും. 75 കിലോമീറ്റർ അകലെ. ഇപ്പം അല്ലെങ്കിൽ മലയാള ഭക്ഷണം കൊണ്ടു തരും. രാവിലെ അവർ വെളുപ്പിന് വൈകുന്നേരം രാവിലെ 7 മണിക്ക് അവരെനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടു തരും. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം എനിക്കറിയാം, ഞാനിവിടുത്തെ ഇവരെവിടെ നിന്ന് അടുത്തുനിന്ന് വരുന്നവരാണെന്ന് വിചാരിച്ച്. അപ്പം ധ്യാനമെല്ലാം കഴിഞ്ഞ് ഞാൻ ഒരു ദിവസം പോണ വഴിക്ക് എയർപോർട്ട് ഡ്രോമിലേക്ക് പോണ വഴിക്കാണ് ഇവരുടെ വീട്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഞാൻ വീട്ടിൽ ചെന്നപ്പോഴാണ് അറിയണത് ഓടിയിട്ട് വീട് തണില്ല. ഞാൻ പറഞ്ഞു എത്ര കിലോമീറ്റർ ഉണ്ട്? ഇത് 75 കിലോമീറ്റർ. അപ്പോൾ എന്ത് പരിപാടിയാണ് അവർ കാണിക്കുന്നത്? 75 കിലോമീറ്റർ അകലെയെന്ന് ഈ 4 ദിവസവും രാവിലെയും ഉച്ചക്കും വൈകുന്നേരവും അങ്ങോട്ടും ഇങ്ങോട്ടും ഭാര്യയും ഭർത്താവും കൂടി ഭക്ഷണം കൊണ്ടുവന്ന് തരികയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും. ഞാൻ അവിടെ ഉള്ള കാരണം അവിടെയുള്ള എല്ലാ അച്ഛന്മാർക്കും കിട്ടി. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് അവരിവിടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ കാണാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവരോട് ചോദിച്ചേ, നിങ്ങളുടെ വീട്ടിൽ ഞാൻ വന്നില്ലേ? അപ്പോൾ കൃപാസനം മാതാവിനെ അവിടെ പ്രതീക്ഷിച്ചിട്ടുണ്ട് അവരുടെ വീട്ടിൽ. അപ്പോൾ ഞാനെ കണ്ടു. ഞാൻ ചോദിച്ചു, നിങ്ങളുടെ അവിടെയുള്ള വീടുകളെല്ലാം ഭേദപ്പെട്ട വീടുകളാണ്, പക്ഷെ നമ്മുടെ അത്രയും പൈസ ഒന്നും അവർക്ക് മുടക്കിയിട്ടില്ല. ആ വീട് കുറേ ഈ മരം കൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന വീടുകളാണ്, അമേരിക്കൻ വീടുകളെല്ലാം. പക്ഷേ ഇവരുടെ വീട്ടിൽ നോക്കുമ്പോൾ ഒരു 10-12 മുറികളുണ്ട് അവിടെ വീട്ടിലുണ്ട്. അപ്പോൾ ഞാൻ അവരോട് ചുമ്മാ കാഷ്വലായിട്ട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ 2 നില എടുക്കാഞ്ഞെന്ന് ചോദിച്ചു. ഉടനെ ജീജൻ എന്നാണ് പേര്, ഋദ്യോ എന്നാണ് വൈഫിൻ്റെ പേര്. അപ്പോൾ ജീജൻ എന്നോട് പറഞ്ഞു, അച്ഛാ ഞങ്ങളെ മുകളിലത്തെ നില വേണ്ടെന്ന് വെച്ചു. കാര്യം മുകളിലത്തെ നില ഉണ്ടെങ്കിൽ പിള്ളേരെല്ലാം മുകളിൽ പോയി ഇരിക്കുകയുള്ളൂ. പിന്നെ അവരവിടെ 9 മണി കഴിഞ്ഞാൽ പിന്നെ അവർ എന്ത് ചെയ്യണമെന്ന് നമുക്കറിയത്തില്ല. അവരെന്ത് കമ്പ്യൂട്ടറാണ് കാണുന്നത്, അവരെന്താണ് അവരുടെ ഇൻട്രസ്റ്റ്, നമുക്ക് നമ്മുടെ ഒരു നിര ഉള്ളെങ്കിൽ അവർ നമ്മുടെ കൺമുട്ടത്തുണ്ടാകും. വിളിച്ചാൽ വരും. തന്നെയല്ല 9 മണിയാകുമ്പോൾ തന്നെ അവർ കൊണ്ടുവന്ന് മൊബൈൽ ഞങ്ങളുടെ ബെഡ്റൂമിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് പോകും. അപ്പം ഞാൻ ആ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളൊക്കെ വലിയ വളർന്ന് വലിയ എൻജിനീയറിങ് ആൾക്കാരൊക്കെ ആയി, അവിടുത്തെ മെയിൻ ആൾക്കാരാണ് പിള്ളേർ. അപ്പം ഞാനോടത്തേ
ഈ കുഞ്ഞുങ്ങളൊക്കെ വിശ്വാസം വളർത്തുന്നതിന് വലിയ പാടൊന്നുമില്ല. മാതാപിതാക്കന്മാരൊന്നും ഒക്കെ ആയാൽ മതി. മാതാപിതാക്കന്മാർക്ക് അതിനെക്കുറിച്ച് കൃത്യമായ ചിട്ടയുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ കൃത്യമായിട്ട് വളരും. ഞാൻ ഓർത്തിരുന്നത് കുഞ്ഞുങ്ങളൊക്കെ വളർന്ന അടക്കായാണെങ്കിൽ മടി വെക്കാം, കവുങ്ങായ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞിടല്ലേ അമ്മമാർ ചുമ്മാ സ്കൂട്ടായി ജാമ്യം എടുക്കണത്. നിങ്ങൾ ജാമ്യമൊന്നും എടുക്കണ്ട. നിങ്ങളുടെ മക്കൾക്ക് മോശത്തരം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പരിധിവരെ നിങ്ങളും ഒരു പരിധിവരെ ഞങ്ങളും ഉത്തരവാദികളാണ്. വൃത്തിയും മെനയുള്ള മാതൃകയുള്ള വൈദികരുടെ എണ്ണം സഭയെ കൂടിയ കന്യാസികളുടെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുടുംബങ്ങളുടെ വിശുദ്ധി കൂടും. അതിന് സംശയം എന്തായിരിക്കണേ? അതുപോലെ തന്നെ മാതാപിതാക്കന്മാരുടെ വിശുദ്ധിയുടെ നമ്മൾ ഇവിടെ ജീവിക്കേണ്ടവരല്ല. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ദൈവത്തിൻ്റെ അടുത്തേക്ക് പോണതാണ്. ഇവിടെ ഉള്ള കണ്ണുമേക്കുന്ന നേരത്താണ് നമ്മളിവിടെ നിൽക്കണത്. അപ്പോൾ ഉള്ള കാലത്ത് ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ വേണ്ടിയുള്ള തീരുമാനമാണ് ഉടമ്പടി ജീവിതം കൊണ്ട് ദൈവം നമ്മളിൽ നിന്ന് ഉദ്ദേശിക്കുന്നതും ദൈവം നമുക്ക് തരണതും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ വേറെ ഒരു മകളെ പ്രാർത്ഥിച്ചു. ആ കുഞ്ഞൊന്നും അനുസരിക്കണില്ല അച്ഛാ, കുഞ്ഞ് എപ്പോഴും ഭർത്താമുണ്ടിയെ പോലെ കാറിക്കൂവി ബഹളം ഉണ്ടാക്കുകയാണ് എന്ന് പറഞ്ഞ് ഉടനെ അതും പറഞ്ഞുകൊണ്ട് അവിടുന്ന് ഉടമ്പടി എടുത്ത് വെള്ളച്ചീട്ടുമായിട്ട് ഇവിടെ വന്നു. അപ്പോൾ ഞാൻ ഈ കുഞ്ഞിനെ എല്ലാവരും ഞാൻ പ്രാർത്ഥിച്ച് പോകുമ്പോൾ കുഞ്ഞിന് തലയെ വെച്ച്. കുഞ്ഞാണെങ്കിൽ ഒരു അനക്കമില്ല. അതായത് ഇങ്ങനെ മരവിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്, അനങ്ങണില്ല കുഞ്ഞ്. അതെന്താ? അപ്പം ഞാൻ നോക്കിയപ്പോൾ എന്താ സംഭവം എന്നറിയുമോ? കൊച്ചു തല ഉയർത്തിപ്പോലും നോക്കണില്ല. അതിന് 2.5 വയസ്സേ ഉള്ളു. ഞാൻ വന്നതുപോലും അവിടെ അറിയണില്ല കൊച്ച്. ഈ കൊച്ച് അനുസരിക്കണില്ല. കൊച്ച് സാധാരണ മനുഷ്യരെ പെരുമാറണില്ല എന്നാണ് ഇവർ പറയണത്. പക്ഷെ തലേ കൈവച്ചിട്ട് കൊച്ചൊന്ന് അനങ്ങണ്ടേ? ഞാൻ നോക്കുമ്പോൾ കൊച്ച് മൊബൈലിൽ മിക്കി മൗസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ തള്ളോട് ചോദിച്ച്, ഇതിൻ്റെ കയ്യിൽ നിന്ന് ആ മൊബൈലൊന്ന് വാങ്ങിക്കണ്ടേ, എനിക്കൊന്ന് പ്രാർത്ഥിക്കണ്ടേ? ആ പറഞ്ഞ് ആ മൊബൈൽ വാങ്ങിച്ചാൽ കൊച്ചിവിടെ നരകമാക്കിക്കളയൊന്ന്. എൻ്റെ പൊന്നെ, ആ മൊബൈൽ അവർ മേടിച്ചതും ആ കൊച്ചി എനിക്ക് വേണേൽ കൊച്ചി കളിത്താറ ഓടിച്ച് കളയുമെന്ന് ഓർത്ത് കിടന്ന് കാറാൻ തുടങ്ങി. അവസാനം ഞാൻ മൊബൈൽ കൊടുത്ത് പ്രാർത്ഥിച്ച് വിട്ട്. എന്താ സംഭവിച്ചിരിക്കണത്? ഞാൻ പോന്നപ്പോൾ മാതാവിനോട് ചോദിച്ച്, അമ്മ ഈ 2.5 വയസ്സുകാരന് എന്താണ് മൊബൈലുകൾ? അപ്പോഴെന്താണ് അമ്മയുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി കൊച്ചു ചിണുങ്ങുമ്പോൾ എടുത്ത് കൈ കൊടുക്കും മൊബൈല്. അല്ലാതെ കൊച്ചു മൊബൈൽ 2.5 വയസ്സേ ഉള്ളതെന്ന് ഓർക്കണം, അല്ല 7 വയസ്സൊന്നുമില്ല. 2.5 വയസ്സുള്ള കൊച്ചിന് മൊബൈൽ കൊടുത്തൊരു മിക്കി മൗസ് കാണുന്നുണ്ടെങ്കിൽ ആ കൊച്ച് ഒരു കണ്ണ് കാണാൻ പറ്റിയ സമയത്ത് തന്നെയാണ് ആ കൊച്ചിന് അത് കൊടുത്തിട്ടുള്ളത്. ഇവൾക്ക് എന്താ ജോലിയോ ഇവൾക്ക് കമ്പ്യൂട്ടർ വർക്കൊക്കെ തുടങ്ങുകയാണ്. പിള്ളേർ കിടന്ന് ബഹളം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി എന്തു ചെയ്യും? പിള്ളേരുടെ കയ്യിൽ മൊബൈൽ എടുത്ത് കൊടുക്കും. പണ്ടാണെങ്കിൽ അമ്മമാരിങ്ങനെ തേനൊക്കെ ഇട്ടിട്ട് ഒരു സാധനം ഉണ്ടല്ലോ, ഇപ്പോഴത് ചപ്പണത്, അത് കൊടുത്തെങ്കിൽ കുഴപ്പമില്ല, ഇത്തിരി തേനല്ലേ പോകത്തുള്ളൂ നമുക്ക്. അതിന് പകരം മൊബൈൽ കൊടുത്തപ്പോൾ എന്നാ പറ്റി? ഇനി ഈ ജന്മത്തെ ആ പണ്ടാരത്തിൻ്റെ കയ്യിൽ നിന്ന് മൊബൈൽ എടുക്കാൻ പറ്റത്തില്ല. എന്താ കാര്യത്തിൽ നിങ്ങൾ എന്തും കൊടുത്താൽ നമുക്ക് തിരിച്ചെടുക്കാം, പക്ഷേ മൊബൈൽ കൊടുത്താൽ തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. കാര്യം കിളവന്മാർ വരെ മൊബൈലിന് അടിപ്പെട്ട് ഇങ്ങനെ ചോദ്യചിഹ്നം പോലെ ഇരിക്കണം ഇപ്പോഴും. കണ്ടില്ലേ നിങ്ങൾ? ഓരോരുത്തരെ കണ്ടില്ലേ? എവിടെ നോക്കിയാൽ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നാലും ബസ് സ്റ്റാൻഡിൽ ചെന്നാലും ഇങ്ങനെ ഇരിക്കണം കാണാം. വേറെ ആരും കാണത്തില്ല. ഇങ്ങനെ ചോദ്യചിഹ്നം പോലെ കാലത്തിൻ്റെ മേൽ ദൈവം ഉയർത്തിയ ചോദ്യചിഹ്നമാണ് മൊബൈൽ എന്ന് പറയണത്. അത് ഉപയോഗിക്കുന്ന രീതികളിലാണ് പ്രശ്നം വന്നിരിക്കുന്നത്. അത് നമ്മൾ ഈ 2.5 വയസ്സിന് പോലും നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഈ ജന്മത്തെ അതിനെ രക്ഷിക്കാൻ പറ്റുമോ? ഇല്ല. സ്ക്രീൻ ടൈം എന്ന് പറയണത് ആ കുഞ്ഞിന് ഏതാണ്ട് ഒരു ദിവസം 20 മണിക്കൂറാണെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞത് എന്ത് പ്രശ്നം ഉണ്ടായാലും അതിനെ പറിച്ച് മാറ്റാൻ പറഞ്ഞു ഞാൻ എടുക്കുന്നത്. ഇനി ഈ ഒരു 5 കൊല്ലത്തേക്ക് ഈ സാധനത്തിന് ഇത് കാണിക്കരുതെന്ന് പറഞ്ഞു. കുറച്ച് കഴിയുമ്പോൾ കൊച്ചു ശരിയാകും. പക്ഷേ അവർ കാണിക്കുമെന്ന് തോന്നില്ല. അവർ കൊച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ എടുത്ത് കൊടുക്കും ഇത്. അപ്പം നിങ്ങളെ ഇങ്ങനെ മൊബൈലിൽ കുഞ്ഞിനെ കൊടുത്തേക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രസവിക്കാൻ പോകണമെങ്കിൽ ഇപ്പം തന്നെ തീരുമാനമായെന്ന് പറഞ്ഞതാണ്. വേറെ പ്രശ്നമൊന്നുമില്ല. പുതിയ ആൾക്കാരൊക്കെ ഒന്ന് കേൾക്കണേ ഇത്. സംഗതി നമ്മൾ ചെല്ലണത് എന്ത് കൊടുത്താലും തിരിച്ച് വാങ്ങിക്കാൻ നമുക്ക് ഈ സാധനം കൊടുത്താൽ തിരിച്ച് വാങ്ങിക്കാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ചാൽ മക്കളെ വൃത്തിയും മേനയായിട്ട് വളർത്താൻ പറ്റും. വിചാരിച്ചില്ലെങ്കിൽ സ്വാഭാവികമായും മക്കളുടെ രീതിയിൽ വളർന്നു പോകും. വിശുദ്ധിയുടെ കാര്യം ഇത് തന്നെയാണെന്ന് ഞാൻ പറഞ്ഞത്. ഞാൻ വിശുദ്ധിയെക്കുറിച്ച് പറയാനാണ് കറങ്ങിത്തിരിഞ്ഞ് വന്നത്. വിശുദ്ധി ഇത്രയേ ഉള്ളൂ. വിശുദ്ധി പാടുള്ള വിഷയമാണെന്ന് നമ്മളോട് പറഞ്ഞത് പിശാചാണ്, അല്ല ദൈവമല്ല. നീ എൻ്റെ മുമ്പാകെ നടക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ, നീ വിശുദ്ധനാകാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവം ഒരു കാര്യം പറഞ്ഞാൽ ആ പറയുന്നതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം ദൈവം ഏറ്റെടുത്തിട്ട് അതനുസരിക്കാൻ തയ്യാറാണെങ്കിൽ നീ അനുഗ്രഹം പ്രാപിക്കും. ആദ്യം തന്നെ ഉടമ്പടിയുടെ വെളിപാട് അതാണ്. അനുസരിക്കാൻ തയ്യാറായാൽ
ഐ ആം റെഡി, ആമേൻ എന്ന് പറഞ്ഞാൽ പിന്നെന്താണ്? അനുഗ്രഹം പ്രാപിക്കും. വിശുദ്ധിക്ക് വേണ്ടി ജീവിക്കാൻ ഞാൻ തയ്യാറാണ്, ആമേൻ എന്ന് പറഞ്ഞാൽ ദൈവം വിശുദ്ധിയുടെ അഭിഷേകം നിനക്ക് തരും. കയ്യടിക്കട്ടെ, ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 മഹത്വം മഹത്വം ആരാധന ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന. ആമേൻ യേശുനാഥാ, ആമേൻ ആമേൻ ദൈവപുത്ര, ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാവേ, ആമേൻ ആമേൻ യേശുനാഥാ, ആമേൻ ആമേൻ ദൈവപുത്ര, ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാവേ, നിത്യപിതാവേ. കർത്താവ് കാണിച്ചു തന്ന വചനത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ച് അവസാനിപ്പിക്കുന്നത്. ആ വചനത്തിന് താഴെ അതായത് അവർ കുറേ നാളത്തേക്ക് വിശ്വസിക്കുന്നു എന്നാണ് പറഞ്ഞത്. കാര്യം വേരില്ലാത്തത് കൊണ്ട്. വേരെന്താണ്? പരസ്നേഹത്തിൻ്റെ പ്രവർത്തികളാണ് വേരെന്ന് പറഞ്ഞു. അതെല്ലാം കഴിഞ്ഞ ശേഷം താഴെ വരുന്ന വചനം വായിച്ച് മുള്ളുകളുടെ വീണിനെക്കുറിച്ച് പറയുന്നുണ്ട്. 15 വായിച്ച്, 8-15. നല്ല നിലത്ത് വീണതോ, പറഞ്ഞ നല്ല നിലത്ത് വീണതോ, നല്ല നിലത്ത് വീണതോ വചനം കേട്ട് ഉത്കൃഷ്ടവും നിർമ്മലവുമായ ഹൃദയത്തിൽ അത് സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം പുറപ്പെടുവിക്കുന്നവരാണ്. ഇതാരാണ് ശരിക്കും പറഞ്ഞ? ഇതാണ് മറിയമെന്ന് പറയുന്ന ആള്. പിടികിട്ടിയ? അതായത് മറിയത്തിൻ്റെ വാട്ടർ മാർക്കുകൾ ഇങ്ങനെ ബൈബിൾ മുഴുവനും ഇങ്ങനെ സ്പൈനൽ കോഡ് പോലെ പോയിരിക്കുകയാണ്. മറിയമെന്ന് നേരിട്ട് പറയത്തില്ല. മറിയത്തിൻ്റെ സ്വഭാവങ്ങൾ പറയും, രീതികൾ പറയും, സംസ്കാരം പറയും. മറിയം സംസ്കാരത്തിലുള്ളൊരു വചനമാണിത്. എന്താണിത്? മറിയം എന്താ ചെയ്യണത്? നല്ല വിത്ത് വീണതോ വചനം കേട്ട്. പറഞ്ഞേ, നല്ല നിലത്ത് വീണതോ വചനം കേട്ട് ഉത്കൃഷ്ടവും നിർമ്മലവുമായ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം പ്രകടിപ്പിക്കുന്നതാണ്. ചില ഫലത്തിന് സഹിക്കുന്ന സ്നേഹം വേണം. അതാണ് ക്ഷമയെന്ന് പറയണത്. ചില ഫലത്തിന് ഇത്തിരി താമസിക്കും. ചില ഫലങ്ങൾ അതിനെന്ത് വേണം? ദൈവത്തോട് സ്നേഹം വേണം. പിന്നെ എന്താണ്? ദൈവത്തിൻ്റെ വചനം പാലിക്കുന്നതിൽ ഒരു സഹനവും വേണം. അല്ലാതെ ഉടമ്പടി എടുത്തല്ലോ, എനിക്ക് കിട്ടിയില്ലല്ലോ, അവക്ക് കിട്ടിയല്ല, ഉടമ്പടി എടുക്കാത്ത അവക്ക് കിട്ടിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഉടമ്പടി ഡൗൺ ആക്കരുത്. ക്ഷമ പോയെന്നതിൻ്റെ അർത്ഥം മനസ്സിലായില്ലേ? ക്ഷമയെന്ന് പറഞ്ഞാൽ സഹിക്കുന്ന സ്നേഹത്തിനാണ് ക്ഷമയെന്ന് പറയണത്. അപ്പോൾ അതുപോലെ തന്നെ ആ ക്ഷമ ചില കാര്യങ്ങൾ നിറവേറാൻ ദൈവത്തിൻ്റെ സമയം. ദൈവത്തിൻ്റെ സമയമുണ്ട്. ആ ദൈവത്തിൻ്റെ സമയമാണ് നിനക്ക് കുറിച്ച് തരണത്. അപ്പോഴേ ദൈവത്തിൻ്റെ സമയം കുറിച്ചാൽ എല്ലാം ശരിയായിരിക്കും. ഇപ്പോൾ ഉടമ്പടി എനിക്ക് അമ്മ പ്രത്യക്ഷപ്പെട്ട് ദുരന്തമുണ്ടാകാൻ പോണ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അമ്മയ്ക്ക് വേണമെങ്കിൽ എനിക്ക് ഉടമ്പടി തരാമായിരുന്നു. തന്നില്ലല്ലോ. പിന്നെ എത്ര കൊല്ലം കഴിഞ്ഞാണ് തന്നത്? അമ്മ പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം. അപ്പം 11 കൊല്ലം കഴിഞ്ഞാണ് ഉടമ്പടി തന്നത്. ആ ഉടമ്പടി തന്നെങ്കിലും അത് കോവിഡ് വരെ ഒരുമാതിരിപ്പെട്ട ഒരു ഫസ്റ്റ് ലെയർ ആൾക്കാർ ഉടമ്പടി എടുത്തു കഴിഞ്ഞോ? കോവിഡ് കഴിഞ്ഞപ്പോൾ ഇത്ര പെട്ടെന്ന് ഉടമ്പടി വളർന്നു വരാൻ കാര്യം ആ ഉടമ്പടി 18 വരെ എടുത്തു പോയവർക്ക് ഫലമുണ്ടായി. അവരെല്ലാം സാക്ഷ്യങ്ങളും കൊണ്ടാണ് ഉടമ്പടി നമ്മളുടെ ഈ കോവിഡ് കഴിഞ്ഞപ്പോൾ കൃപാസനത്തിലേക്ക് വന്ന ജനം എന്തുകൊണ്ടാണ് വന്നത്? 16-ലും 17-ലും 18-ലും അവർക്ക് കിട്ടിയ വലിയ സാക്ഷ്യങ്ങൾ കൊണ്ട്. ദേ ആർ കമ്മിങ് കാരിങ് ദ ഷേപ്സ് എന്ന് പറയത്തില്ലേ? അവർ കരഞ്ഞുകൊണ്ട് വിത്തുമായിട്ട് വന്നവരെ, വിതച്ചിട്ട് പോയവരെ അവർ തിരികെ കൊയ്ത കറ്റയുമായി സന്തോഷത്തോടെ ആർപ്പോടെ തിരിച്ചു വന്നു. അവിടെ ആർപ്പ് വിളികളാണ് സാക്ഷ്യമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആർപ്പ് വിളികളാണ് സാക്ഷ്യങ്ങൾ. അത് കേൾക്കുമ്പോൾ ആമേൻ പറയുകയും ഹല്ലേലൂയ പറയുകയും എന്നെയും ആർപ്പ് വിളിക്കാൻ അവകാശി ഓഹരിമാക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇടിമുഴക്കം പോലെ ശ്രദ്ധിക്കട്ടെ.
ഈശോയെ ഉടമ്പടി എടുത്ത് പോയിട്ടുള്ള എല്ലാവരും സന്തോഷത്തോടെ വന്ന് സാക്ഷ്യം പറയുവാനുള്ള കൃപ നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. ഹല്ലേലൂയ. അപ്പോൾ സമയം, ചില കാര്യങ്ങൾക്കുള്ള സമയം ദൈവം നിശ്ചയിക്കും. ആ നിശ്ചയിക്കുമ്പോൾ അത് ഒന്നൊന്നര സമയമായിരിക്കും. എല്ലാ കാര്യവും ഒത്തുവരണ സമയം ദൈവത്തിനറിയാം. അപ്പോൾ നിൻ്റെ ചില വിഷയങ്ങൾക്ക് ദൈവമാണ് അപ്പം തീരുമാനിക്കണം. അതുകൊണ്ട് നീ ആവശ്യമില്ലാത്ത ക്ഷമയോട് കാണിക്കരുത്. എഴുന്നേൽക്കുക. അത് എല്ലാ വിഷയങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എല്ലാ വിഷയങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ നിങ്ങൾ അഭിഷേകത്തോട് സൂചിച്ചുകൊണ്ടിരിക്കട്ടെ. അടിപ്പണ പോലെ വൈദാഖാമ ദൈവികമായ സത്യം ഉച്ചമുതൽ ഉള്ളംകാല് വരെ അയച്ചിറങ്ങിക്കൊണ്ട് എല്ലാ കോശങ്ങളെയും പേശികളെയും അസ്ഥികളെയും അസ്ഥിക്കൊടുകളെയും അസ്ഥിസന്ധികളെയും കർത്താവിന്റെ കൃപയെ നിറക്കുന്ന സമയമാണ്. ഇടിമുഴക്കം പോലെ ശ്രദ്ധിക്കട്ടെ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അത് 38 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധാമ്മയുടെ മാധ്യസ്ഥത്തില് ഉച്ചമുതൽ ഉള്ളംകാല് വരെ കർത്താവിന്റെ രക്തം വളരട്ടെ. കർത്താവ് അസ്ഥിക്കൊഴുകളുടെ സന്ധിബന്ധങ്ങളിലും മാംസപേശികളിലും കർത്താവിന്റെ രക്തം വളരട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുശിന്റെ അടയാളത്തിൽ മാരകരോഗങ്ങൾ, തീരാവേദികൾ യേശുനാമത്തിൽ മാറിപ്പോകട്ടെ. എപ്പിലെപ്സി രോഗങ്ങൾ, തൈറോയിഡ് രോഗങ്ങൾ, ക്യാൻസർ രോഗങ്ങൾ, കരരോഗങ്ങൾ, കിഡ്നി രോഗങ്ങൾ, ഫിസ്റ്റുല രോഗങ്ങൾ, PCOD രോഗങ്ങൾ, കരരോഗം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. കർത്താവ് മുതുക പൊന്തിയ അവസ്ഥകൾ, കിഡ്നി രോഗങ്ങൾ, വിസർപ്പ രോഗങ്ങൾ, സോറിയാസിസ് രോഗങ്ങൾ, ചിലങ്ക് രോഗങ്ങൾ, ത്വക്ക് രോഗങ്ങൾ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ കഴുകപ്പെടട്ടെ. കർത്താവേ, സാമ്പത്തിക തകർച്ചയുള്ളവരെ, ജോലിയില്ലാത്തവരെ, വീടില്ലാത്തവരെ, വഴിയില്ലാത്തവരെ, വെളിച്ചമില്ലാത്തവരെ, വിവാഹമൊത്തു വരാത്തവരെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിലെ സ്വർഗം തുറക്കണമേ. കർത്താവിന്റെ ശക്തി, കർത്താവിന്റെ കൃപ മക്കളുടെ കൊടുക്കട്ടെ. മാരക രോഗങ്ങള്, തീരാവേദികള്, ജീവിതദുരിതങ്ങള്, മാർഗദുരിതങ്ങള്, ജീവിതദുരിതങ്ങള്, വസ്തുവില്ലാത്തവര്, വീടില്ലാത്തവര്, സ്ഥലമില്ലാത്തവര്, ജോലിയില്ലാത്തവര്, രേഖകള്, സർട്ടിഫിക്കറ്റുകള്, കുടുങ്ങിപ്പോയവര്, വിദ്യാഭ്യാസ മേഖലകളില്, ജോലി മേഖലകളില്, യാത്രാ മേഖലകളില്, എല്ലാ തരത്തിലുള്ള ജീവിത വിളികളുടെ മേഖലകളിലുള്ള നിലവിലുള്ള തടസ്സങ്ങള് യേശുക്രിസ്തുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ. എല്ലാ രോഗങ്ങളും സുഖപ്പെട്ടുകൊണ്ട് അങ്ങയുടെ നാമത്തെ ആരാധനയിലൂടെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സദയം തുടരേ സുഖമായി സദയം തുടരേ സുഖമായി. മുട്ടേദിക്കുക, മൗനമായി പ്രാർത്ഥിക്കുക സ്വന്തം ആവശ്യത്തിന് വേണ്ടി. ഓൺലൈനിലുള്ളവരും മൗനമായി പ്രാർത്ഥിക്കട്ടെ. മുട്ടയിൽ നിന്ന് കൈകൾ കുപ്പി കണ്ണടച്ച് കണ്ടേ. നമുക്ക് സംഭാവന ആശീർവാദം സ്വീകരിക്കാം. ക്രിസ്മസ് നിങ്ങളെ പ്രത്യേകം ആശംസിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മളെപ്പോഴും ഉടമ്പടിയിലുള്ളവർ എപ്പോഴും ക്രിസ്മസിലാണ്. ഞങ്ങൾക്കാണെങ്കിൽ ക്രിസ്മസ് വരുന്നു എന്നുള്ള മറ്റുള്ളവരെ പ്രതിയാണ് നമ്മൾ ക്രിസ്മസ് എന്നൊക്കെ പറയണത്. നമ്മൾ 24 മണിക്കൂർ ഇതിൻ്റെ അകത്ത് തന്നെയല്ലേ. ഇതിൻ്റെ തന്നെയാണ് കർത്താവിൻ്റെ ജോലിയും. 24 മണിക്കൂറും ക്രിസ്മസാണ്. ദൈവം ആരിലെല്ലാം ഹൃദയത്തെ ജനിക്കുന്നുവോ ഇവിടെ എല്ലാ ദിവസവും ജനങ്ങൾ
ഹൃദയങ്ങളിൽ ക്രിസ്തു ജനിക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മ അവരുടെ ക്രിസ്തുവിനെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മറ്റുള്ളവർക്ക് ക്രിസ്മസ് ഉണ്ടാക്കി കൊടുക്കണം. പിന്നെ ക്രിസ്മസ് കാലത്ത് പ്രത്യേകിച്ച് ഉടമ്പടിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക, പാവപ്പെട്ടവരെ കരുതണം. ഇന്നത്തെ കാലത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ആരും കൈ നീട്ടത്തില്ല. എല്ലാവർക്കും അഭിമാനമുള്ളതുകൊണ്ട് കൈ നീട്ടത്തില്ല. നമ്മൾ ചോദിക്കണം. പക്ഷെ അവർക്ക് നമ്മളോട് ചിലപ്പോൾ ചോദിക്കാൻ തോന്നത്തില്ല. പക്ഷെ നമ്മൾ ചിലരെ കണ്ടിട്ട് അവരെ കാര്യങ്ങൾ അറിഞ്ഞ് സഹായിക്കണം. അപ്പോൾ അവർക്ക് ക്രിസ്മസ് ഉണ്ടാകും, നമുക്കും ക്രിസ്മസ് ഉണ്ടാകും. അപ്പോൾ മറ്റുള്ളവരെ കൂടി അതിൻ്റെ അത് ജാതിയും മതവും ഒന്നും നോക്കരുത്. കാര്യം നമ്മളിവിടെ സൃഷ്ടിച്ചപ്പോൾ എല്ലാവരുടെയും കൂടെയാണ് സൃഷ്ടിച്ചത്. ദൈവം ആദ്യം മരങ്ങളെയും, അതുകൊണ്ട് ഞാൻ മരത്തിൻ്റെ കമ്പ് വെട്ടാൻ പോലും എനിക്ക് ഭയങ്കര സങ്കടമാണ്. നമ്മളെ സൃഷ്ടിച്ച് വിട്ടപ്പോൾ എല്ലാവരെയും അവരെയൊക്കെ ആദ്യം സൃഷ്ടിച്ചിട്ടാണ് നമ്മളെ അവസാനം സൃഷ്ടിച്ചത്. അപ്പോൾ അവരെ എല്ലാവരും നോക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് അവരൊക്കെ സൃഷ്ടിച്ചത്. അല്ല പിന്നെ നമ്മുടെ ഭക്ഷണത്തിന് വേണ്ടി നമുക്ക് അതിൽ നിന്ന് എടുക്കാം, അല്ലാതെ നമുക്ക് മറ്റൊന്നും ചെയ്യാൻ പറ്റത്തില്ല. മരങ്ങളുടെ കായ്കൾ എടുക്കാം, മത്സ്യങ്ങളെ കഴിക്കാം, നമ്മുടെ ഭക്ഷണത്തിന് വേണ്ടി മാത്രം. അപ്പം അതുകൊണ്ട് എല്ലാവരെയും സൃഷ്ടിച്ചതിന് ശേഷം ആണ് നമ്മളെ സൃഷ്ടിച്ചത്. അതിന് ഒരു കാര്യം, നമ്മൾ അതുങ്ങളെ നോക്കുമെന്നാണ്. വെള്ളം പോലും സൃഷ്ടിക്കുമ്പോൾ വെള്ളം ശുദ്ധിയായിട്ട് സൂക്ഷിക്കണം. അത് നമ്മുടെ ഒരു ജനിതകമായ ഒരു ഉത്തരവാദിത്തമാണ്. പൊതു ഇടങ്ങളെ സംരക്ഷിക്കുക, വിശുദ്ധിയോടെ പരിസരങ്ങൾ സംരക്ഷിക്കുക, എല്ലാം. അപ്പം അതെല്ലാം എവിടെയെല്ലാം നിങ്ങളത് ക്രിസ്തുവിൻ്റെ വാക്കനുസരിച്ച് ക്രിസ്തുവിനെ സംരംഭമാക്കുന്നുവോ അവർക്കെല്ലാം ക്രിസ്മസാണ്. സോ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. കൈയടിച്ചു കൊണ്ട് ഒരിക്കൽ കൂടി മരിയനുടമ്പിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിലെ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് ഒരു നിമിഷം നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം. 2 പത്രോസ് 1:17 തിരുവചനം അനുസരിച്ചുകൊണ്ട് ഈശോയെ ഞങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിൽ കൂടുതൽ ഉത്സാഹമുള്ളവരായി ഉടമ്പടി നിബന്ധനകളും ഒപ്പം തന്നെ ഞങ്ങളുടെ ജീവിത ഉത്തരവാദിത്തങ്ങളും വിശ്വസ്താപൂർവം പാലിച്ചുകൊണ്ട് സ്നേഹത്തിൽ വേരുവാകി ഉറയ്ക്കുവാൻ ഈശോയെ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ശിരസ്സ് നമിച്ച് ദിവ്യകാരുടെ നാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. ആവേ 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 മരിയ, ആവേ 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 മരിയ.